Praise the Lord. Thank you, Lord. Love you, Father. Love you, Holy Spirit. Thank you, Jesus. എത്ര സന്തോഷമായി ഇന്നും ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടി വന്ന് കർത്താവിന്റെ പാദവിടെ ആയിരിക്കാൻ ദൈവം ഒരു അവസരം തന്നല്ലോ അല്ലെ. യേശുവേ മഹത്വം. പ്രത്യേകാല ഇൻക്രീസ് ഫെലോഷിപ്പിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും ദാസിമാർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം ചൊല്ലുക. ഒത്തിരി തവണ ഇവിടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനത്തെ ശുശ്രൂഷിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. പ്രിയ ബീന സിസ്റ്റർ, ഒത്തിരി മുഖങ്ങൾ എനിക്കിപ്പോ ഒരുപാട് ഫെമിലിയറായി. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെയൊക്കെ മുഖം കാണുമ്പോൾ എൻ്റെ ആരൊക്കെയോ ആണെന്നുള്ള തോന്നലുള്ളിൽ വരുവാനിടയായി. താങ്ക് യു ലോർഡ്. ലവ് യു ഫാദർ. ലവ് യു ജീസസ്. പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ട്. അല്ലെ, എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? 2-3 പേർ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ദൈവമുണ്ടെന്ന്. ഉണ്ട്, ദൈവമുണ്ട്. ഒത്തിരി ടെസ്റ്റിമണികളാണ് എനിക്ക് ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടെസ്റ്റിമണി ഒരുപാടൊക്കെ ഇവിടെ പലർക്കും അറിയുന്നതാ. എങ്കിലും ഒരു സഭയോ ഒരു ചർച്ചോ ഒരു ഫെലോഷിപ്പ് മീറ്റിങ്ങോ അനുഭവിക്കുന്നതിന് മുന്നേ തന്നെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ഒത്തിരി ഇടയാക്കി. ഞാൻ ദൈവത്തെ അറിഞ്ഞ നാള് മുതൽ കർത്താവ് ഉണ്ടോന്ന്, ദൈവം ഉണ്ടോന്ന് അന്വേഷിച്ചായിരുന്നു ഞാൻ പോയത്. അതായത് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. യേശു ദൈവമാണ്. എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു, യേശുവിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നു. ആ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായ അന്ന് മുതൽ ഞാൻ അന്വേഷിക്കുക, ഈ ദൈവം എങ്ങനെ ദൈവമാകുന്നു എന്ന്. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. സോ ഞങ്ങൾ എപ്പോഴും ഫേവറേറ്റ് ഗോഡിനെ കീപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാ. ആ ഒരു പാരമ്പര്യത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഗോഡ് ഉണ്ടാവും. യൂഷ്വലി എന്തോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നത് കൊണ്ടോ എനിക്കറിയത്തില്ല, ഐ ആം സെർച്ചിങ് മോർ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഐ ആം സ്റ്റാർട്ട് ടു സെർച്ച് മോർ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. കർത്താവിന്റെ പുസ്തകം, അത് യേശു ഒരു ദൈവം മാത്രമല്ല, ഒരു ചരിത്ര പുരുഷനാണ് അന്ന് കുഞ്ഞുനാളിൽ പഠിക്കുന്ന നാളിൽ ദൈവം എന്നോട് ഇടപെട്ടത്. ആദ്യം അങ്ങനെയാ, എങ്ങനെ ഒരു ജീവനുള്ള ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തി ദൈവമായി, എന്ത് പ്രത്യേകതയാ ആ ദൈവത്തിന് ഉള്ളത്. എങ്ങനെയായിരുന്നു ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നെ ചിന്തിപ്പിച്ചത്. ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ എന്ന തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. പ്രൈസ് ഗോഡ്. ഞാനിന്ന് ഒത്തിരി വചനങ്ങളൊന്നും എടുക്കാതെയാ വന്നിരിക്കുന്നു ഈ മീറ്റിങ്ങിൽ. എന്തോ എനിക്കറിയത്തില്ല, കർത്താവ് പറയാ ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാവരുടെ കൂടെ ഒന്ന് എന്താ പറയാ വചനം പഠിപ്പിക്കുകയും അങ്ങനെയല്ലാതെ ഐ വാണ്ട് ടു സിറ്റ് അലോങ് വിത്ത് യു. നിങ്ങൾ കൂടെ ഇരിക്കണം, നമ്മൾ ഒരുമിച്ചിരിക്കണം. ഇന്ന് സംതിങ് ഹാപ്പൻസ്, ഐ റിയലി നോ. ബിക്കോസ് ഞാനിവിടെ വരുമ്പോ എനിക്ക് ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് എടുക്കാൻ, ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് എടുക്കാൻ, ഒരുപാട് കർത്താവ് തന്ന വെളിപ്പാടുകളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിങ്ങൾ കൂടിയിരിക്കും. വി ആർ ദ വാച്ച്മാൻ ഓഫ് ദ ലാൻഡ്. നിങ്ങൾ ദേശത്തിന്റെ, ഭൂമിയുടെ കാവൽക്കാര അല്ലെ. ഭൂമിയുടെ കാവൽക്കാര. നമ്മൾ ദേശത്തിന്റെ കാവൽക്കാര. നമ്മൾ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെ മധ്യ പ്രത്യക്ഷപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് ഈ ദൈവസന്നിധി ഇന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവും ദൂതനും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിനെ എങ്ങനെ ആനന്ദത്തോടെ ആസ്വദിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ഒത്തിരി കർത്താവിൽ നിന്ന് കേട്ടതല്ലേ, ഒരുപാട് വചനം കേട്ടതാ. നമുക്ക് പോലും മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത അത്രയും വെളിപ്പാടുകളും വചനവും ദൂതും എല്ലാം നമ്മൾ കേട്ടതാ. ബട്ട് ഹൗ കൻ വി എൻജോയ് ദ പ്രസൻസ് ഓഫ് ലോർഡ്? പക്ഷെ എങ്ങനെയാ നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ പറ്റുന്നത്? പെന്തക്കോസ്ത് നാൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? താങ്ക് യു ലോർഡ്. താങ്ക് യു ഫാദർ. യേശുവേ സ്തോത്രം. 2:1 മുതൽ ഒന്ന് വായിക്കാമോ?
Thank you, Jesus. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പാർത്യരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്യോമയിലും യഹൂദയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയിലും ഫ്രുഗിയിലും പുഫലിയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നെന്ന് മറ്റു ചില പരിഹസിച്ചു പറഞ്ഞു. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. ഒരു പെന്തക്കോസിന്റെ അനുഭവത്തെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് അല്ലെ? അവരെല്ലാവരും എന്തായിരുന്നു? കൂടി വന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വന്നു. പെട്ടെന്ന് ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഒരു പെന്തക്കോസിന്റെ അനുഭവമായിരുന്നു ആ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. നമുക്കൊന്നുകൂടി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:30, 31, 32, 33 ഈ വാക്യങ്ങളും കൂടി വായിച്ച് ഞാൻ അധികം സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവകയായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരെയൊക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണ ശക്തിയോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഈ 2 ഭാഗത്തിലും കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണ ശക്തിയോടെ വന്ന് അവിടെ നിന്നിട കുലുക്കുമാറ്, അത്ഭുതം ചെയ്യുമാറ് അപ്പോസ്തലത്തിലേക്ക് തന്റെ ജനത്തെ നയിച്ച ഒരു അനുഭവ സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയാ, അവർ കൂടി വന്നവരൊക്കെ ഏക ഹൃദയമുള്ളവരായിരുന്നു, ഒരേ ഹൃദയമുള്ളവരായിരുന്നു. ആ ഏക ഹൃദയം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെപ്ത് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർക്കുള്ളതൊക്കെ അവർ പൊതുവകയായി കാണത്തക്ക വണ്ണം അവർക്ക് ഏക ഹൃദയമുള്ളതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവര് കൂടി വന്നപ്പോ അവർക്കൊന്നും അവരെ സ്വന്തമായിട്ടില്ല. അവരെ വീട്, അവരെ ഭക്ഷണം, അവര് കുടിക്കുന്നത്, അവര് കഴിക്കുന്നത്, അവര് കിടക്കുന്നത് എല്ലാം അവർക്ക് എന്താ പൊതുവകയായിട്ടായിരുന്നു. They were open their home.
അവരെ വീടും അവരെ സമ്പത്തും എല്ലാം അവരെന്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി ചെലവിടത്തക്ക രീതിയിലുള്ള ഒരു യൂണിറ്റി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്ന സമയത്തില്ലേ, അവിടെ ഒരു ആഹാരം കഴിച്ചാൽ ആര് പൈസ കൊടുക്കുന്നില്ല, ആർക്കും ഇഷ്ടമുള്ളവർ കൊടുക്കും. അവിടെ ഒരാൾ വന്നാൽ അത് അവരുടെ വീട്ടിൽ വന്നാൽ അവിടെ അവർക്ക് എവിടെയും കയറി കിടക്കാം, കുഞ്ഞുങ്ങൾ വന്നാൽ എവിടെയും കളിക്കും. അവർക്ക് എന്തും അടുക്കളയിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, എടുത്ത് തിന്നാനുള്ള ബിക്കോസ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളെ ഉള്ളിൽ ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റി. എന്തു ചെയ്യാം, പാലമറിയുന്ന ഡ്രസ്സ് എടുത്ത് ഇടാം, കുഞ്ഞുങ്ങൾക്ക് എന്തും ചെയ്യാം. ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്താ പറയാ, മുറ്റത്ത് നിന്ന് എന്തെങ്കിലും സാധനം ഉണ്ട് അത് ഒടിച്ചു കൊണ്ടുപോവാ, ഒന്നിനൊരു വിഷയത്തൊന്നുമില്ല. ബിക്കോസ് എന്താ, ആ യൂണിറ്റി, ഹൃദയത്ത് തോന്നുന്ന ആ സന്തോഷം, ആ ഐക്യമത്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഹേർട്ടില് 2-3 പേര് ഒന്നിച്ചു വന്ന് അവര് കീപ്പ് ചെയ്യുന്ന ആ യൂണിറ്റി, അവരെ ഹൃദയം കൊണ്ട് ആ മറ്റേയാൾ എനിക്ക് സ്വന്തമാണെന്നുള്ള തോന്നല്, അത്രയ്ക്ക് അവര് യൂണിറ്റി ആയിക്കഴിഞ്ഞാൽ, സുഹൃത്തുക്കളായി കഴിഞ്ഞാലേ എന്തെടുത്താലും പ്രശ്നമില്ല, 2 വഴക്ക് പറഞ്ഞാലും പ്രശ്നമില്ല, ഇനി ഒന്ന് തമാശ പറഞ്ഞാലും പ്രശ്നമില്ല. എന്തെങ്കിലും ഒന്ന് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ ആക്കിയതായിരിക്കും, അല്ലെ എന്നെ ഒന്ന് കൊണ്ട് പറഞ്ഞതായിരിക്കും, അല്ലെ അത് ഓർത്തവള് ഒന്നുമില്ല. എത്ര തെറ്റ് പറയാലും, ചിലപ്പം എന്തൊക്കെ മോശം കാര്യം പറഞ്ഞാലും അവരിടയിൽ എന്താ, ഒന്നും ഒരു ദോഷമായി തോന്നാത്ത വണ്ണം ഒരു യൂണിറ്റി അവരിടയ്ക്ക് നിറഞ്ഞു. ആ യൂണിറ്റിയിൽ അവരെന്ത് ഐക്യമത്യപ്പെട്ടു വന്നു. ഈ ഐക്യമത്യപ്പെട്ട് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നുവോ, കർത്താവിന്റെ വാഗ്ദത്തമാ അവരുടെ മധ്യേ ഞാനുണ്ട്. പ്രൈസ് ഗോഡ്. എത്ര ലാഭമാ! കർത്താവിൽ വസിക്കുന്നവര് പരസ്പരം സ്നേഹിക്കുമ്പോൾ നമുക്ക് എത്ര ലാഭമാന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം പോലും അന്ന് പഴയ നിയമ കാലത്ത് കണ്ടു, ദൈവത്തിന്റെ ജനമെല്ലാം ഒത്തൊരുമിച്ച് നിന്നു. അവരുടെ ഭാഷ ഒന്ന്, അവരുടെ പ്രയത്നം ഒന്ന്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന്, അവരെല്ലാം കൂടി ഒരു വലിയ ഗോപുരം പണിയാൻ തുടങ്ങി. ബാബേൽ എന്ന് പറയുന്ന ഗോപുരം. ആ ഗോപുരം ആകാശം മുട്ടത്തോളം എത്തി. അവർക്ക് അസാധാരണമായ കാര്യം മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സ്വർഗത്തിലെ ദൈവം കണ്ടു. ദൈവം കണ്ടിട്ട് എന്താ ചെയ്തത്? അവരുടെ ഭാഷയെ ദൈവം എന്ത് ചെയ്തു? ചിഹ്നിച്ച് കളഞ്ഞു, അല്ലെ? അവരുടെ ഭാഷയെ ചിതറിച്ച് കളഞ്ഞു എന്ന് വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. മാനുഷികമായ ദൈവം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിലും ഒരു കാര്യം സത്യമാ. എന്താ ഒരു കാര്യം സത്യം? ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരത്ഭുതം സംഭവിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുമിച്ച് മനുഷ്യന് നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. എത്ര അസാധാരണമായ കാര്യവും സംഭവിക്കും, അല്ലേ? ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ അവിടെ അത്ഭുതം സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇല്ലെങ്കിലും അങ്ങനെ സംഭവിക്കും, ഇല്ലേ? ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും? പണ്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഒട്ടാകെ ഒറ്റക്കെട്ടായി നിന്ന സമയത്ത് ഏത് അടിമത്തത്തൊന്നും അവരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ബിക്കോസ് ഇന്ത്യ ഒറ്റക്കെട്ടായിരുന്നു. അങ്ങേ അറ്റം മുതൽ തെക്ക് മുതൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഒരൊറ്റ ബെൽറ്റ് പോലെയാണ് ഇന്ത്യ വർക്ക് ചെയ്തത്. ആ സമയത്ത് എന്ത് ചെയ്തു? ആ അടിമത്വത്തിൽ നിന്ന്, ബ്രിട്ടീഷുകാരുടെ പീഡനത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് ഇന്ത്യ രാജ്യം രക്ഷപ്പെട്ടു. അത് ദൈവം ഉണ്ടായിട്ടല്ല, ദൈവമില്ലാതെയുള്ള ഒരു യൂണിറ്റിയിൽ സംഭവിച്ചൊരു സത്യമാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ ദൈവത്തിൽ നിന്നോട് സാധാരണ ഒരു നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ പോലെ ഞാൻ പറയാം. അതൊരു സാധാരണ സത്യമാണ്. എന്നാ ദൈവത്തിന്റെ ആത്മാവ് പറയാ, എന്റെ നാമത്തിൽ കൂടി വന്നാൽ, നിങ്ങൾ സാധാരണ പല പ്രസ്ഥാനത്തിന്റെ പേരിൽ കൂടി വരുന്നത് പോലെയല്ല, ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുവൻ കൂടി വന്ന് ഐക്യമത്യപ്പെട്ട് കഴിഞ്ഞാൽ വി ആർ നോട്ട് എ നോർമൽ ഹ്യൂമൻ ബീങ്. നമ്മളൊരു സാധാരണ വ്യക്തിത്വം അല്ല, നമ്മളൊരു സാധാരണ ഒരു സാധാരണ മനുഷ്യനല്ല. നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് സാധാരണമല്ല. നമ്മളെ മേൽ ദൈവം വച്ചിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് സാധാരണയല്ല, സാധാരണമായി സംഭവിക്കുന്ന കാര്യമേ അല്ല. ദൈവത്തിന്റെ വചനത്തിൽ സത്യമായി അത് പറഞ്ഞിരിക്കുക. 2-3 പേര്. അതുകൊണ്ടാണ് ദൈവം ആ വാഗ്ദത്തം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, എന്റെ നാമ
നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ട്. അവിടെ സംഭവിക്കുന്നറിയോ, ഒരു പച്ചവെള്ളമായിരിക്കും ഗ്ലാസ്സിൽ പ്രിയ ദേവദാസിനെ കയ്യിലിരിക്കുന്നത്. അതെടുത്തുകൊണ്ട് അതിന്റെ ആവശ്യക്കാരെ കയ്യിലേക്ക് പോകുമ്പോഴില്ലേ, ഇറ്റ് ബിക്കം എ സ്വീറ്റ് വൈൻ. ഇറ്റ് ബിക്കം എ സ്വീറ്റ് വൈൻ. അതൊരു സ്വീറ്റ് വൈനായി മാറും. ഒരു ഐക്യമത്യപ്പെട്ട ഒരാൾ നിൽക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആ പച്ചവെള്ളം നിങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ അത് സ്വീറ്റ് വൈനായിരിക്കും. നിങ്ങളുടെ കയ്യിൽ 10 രൂപയായിരിക്കും ഉണ്ടാവുക. ആ 10 രൂപ ഒരാൾക്ക് കൈമാറുമ്പോലെ 10 ലക്ഷത്തിന്റെ കാര്യം ചെയ്യത്തക്ക രീതിയിൽ ആ മണി, ആ പണം മൾട്ടിപ്ലൈഡ് ആകും. ഇത് ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം തലകീഴാന്ന വചനം പറയുന്നത്. ഈ നേരെയല്ല, അപ്സൈഡ് ഡൗണാ, അല്ലേ? എന്താ പറയാ, അപ്പസ്തോലന്മാരെ കാണുമ്പോ പരിശുദ്ധ ഈ ലോകത്തെ തലകീഴായി മറിക്കുന്നവർ വന്നിരിക്കുന്നു. കാരണം അവരെ നിയമം നോർമൽ അല്ല. നോർമൽ ആയിട്ടുള്ള ഒരു തിയറി അല്ല കർത്താവിന്റെ രാജ്യത്തിലുള്ളത്. അത് ഈ ലോകത്തിലെ തിയറിക്ക് വ്യത്യസ്തമാണ്. കാരണം നമുക്കറിയാം, ഞാൻ വചനം കൂടുതൽ എടുക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും വചനത്തിൽ നല്ല ഡെപ്ത് ആയിട്ടുള്ള ആരാ എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, നമുക്കറിയാം കർത്താവിന്റെ രാജ്യത്തിലേക്ക് വരുമ്പോഴില്ലേ ഈ ലോകത്തിന്റെ നിയമമല്ല, അതിനോപ്പോസിറ്റ് ആയിട്ടുള്ള നിയമം എല്ലാം വർക്ക് ചെയ്യുന്നത്. ദൈവം പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ എന്തുപകാരം? ഒരു ഉപകാരമില്ല. ദൈവത്തിന്റെ രാജ്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ ഒരു ഉപകാരമില്ല. പക്ഷെ നമ്മൾ ഇന്ന് പറയല്ലേ, നമ്മളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാലാ നല്ല കാര്യം, അല്ലെ? നമ്മൾ ആ മേഖലയല്ലേ നമ്മൾ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ യേശു പറയാ, നിങ്ങളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ എന്തുപകാരം? ഒരു ഉപകാരവും കിങ്ഡത്തിൽ വലിയ ഇതൊന്നും. പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ആ വചനം ഒന്ന് എടുക്കാവോ സിസ്റ്ററെ? ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. ഞാൻ പ്രിപ്പയർ ചെയ്യാത്തൊരു വേർഡിലേക്ക്. ലൂക്ക് 8 ആണോ നോക്കിയേ, 8-ാം അധ്യായം. നിങ്ങളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ എന്തുപകാരം, പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മത്തായിയുടെ സുവിശേഷം 5:46. 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. പ്രൈസ് ഗോഡ്. നിങ്ങളെ സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ എന്തുപകാരം? പാപികളും ചുങ്കക്കാരും എല്ലാവരും അങ്ങനെയാ. നമ്മൾ ഇനി അധോ ലോകത്ത് പോയാലോ, അവിടെ അവര് ഭയങ്കര സ്നേഹമാണ് പരസ്പരം. ഇവിടെയുള്ള കാരണം എന്ന് വെച്ചാ എല്ലാവരും സ്നേഹിക്കുന്നവനെ സ്നേഹിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയാൻ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. നിങ്ങളെ പുതപ്പെടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിങ്ങളെ വസ്ത്രവും കൂടി എടുത്തു കൊടുപ്പേൻ. ദൈവം വചനം പറയാം, എല്ലാം അപ്സൈഡ് ഡൗണാ. നിങ്ങളെ കൊണ്ട് സകലതും തിന്മയായി പറയുമ്പോൾ നമ്മൾ കരഞ്ഞിരിപ്പിൻ. എങ്ങനെയാണോ ദൈവം പറഞ്ഞത്? നിങ്ങളെ കൊണ്ട് എല്ലാം തിന്മയായി, നിങ്ങൾ ചെയ്ത എല്ലാം നന്മയും തിന്മയായി നിങ്ങളെ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരിപ്പിന്നല്ല. സാധാരണ എന്ത് ചെയ്യും? നമ്മൾ കരഞ്ഞിരിക്കും, ദുഃഖിക്കും, അല്ലെ? സങ്കടപ്പെടും. പക്ഷെ ദൈവത്തിന്റെ ഞാനോ നിങ്ങളോട് പറയുന്നു, എല്ലാം തിന്മയായി പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിപ്പീൻ. എന്തുകൊണ്ടാ? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാകുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. മത്തായിയുടെ സുവിശേഷം 5:39 ഞാൻ പറയുന്നു, അതാണ് വായിക്കുന്നത്. ദൈവം പറയാം, ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിച്ചു കൊടുക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ അവനോട് 2 നാഴിക അവനോട് കൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ എന്ത് ചെയ്യരുത്? ഒഴിഞ്ഞു കളയരുത്. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വിഷമായി ഇതൊക്കെ ചെയ്യാണ്, അല്ലെ?
പക്ഷെ ദൈവം പറയാ, ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുമ്പോഴും നമ്മളെ എന്താ പറയാ ശത്രുവിന്റെ ഈ സാധാരണ കാര്യങ്ങൾ ഒരു കിങ്ഡത്തിൽ ഒരു പ്രത്യേക കാര്യമൊന്നും അല്ല. ദൈവത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ, യേശുവിന്റെ സന്നിധിയിലും ദൈവരാജ്യത്തിലും എത്തുമ്പോൾ അത് പ്രത്യേകതയില്ല. എന്നാ സ്വർഗത്തില് പ്രത്യേകതയുള്ള കാര്യത്തിൽ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അവിടെ കർത്താവ് പറയാം, നിന്നെ ഉപദ്രവിക്കുന്നവന് വേണ്ടി വേണം നീ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിപ്പാൻ. നിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അപഹരിച്ച് കൊണ്ടുപോകുമ്പോഴേ അവൻ കൊണ്ടുപോട്ടെ, ഡോണ്ട് വറി, അവനോട് എതിർക്കരുത്. അവന് വസ്ത്രവും കൂടി നീ അങ്ങ് കൊടുത്തേക്ക്. നമ്മൾ എന്താ പറയാ, എൻ്റെ അടുത്ത് നീ ഇത് കൊണ്ടുപോയി അത് കൊണ്ടുപോയി, പോട്ടെ. കർത്താവ് പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്നറിയാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ അടുത്ത ഫ്രണ്ടാ. അവരൊരു കുഞ്ഞിന് വേണ്ടി എഡ്യൂക്കേഷന് വേണ്ടി വലിയൊരു എമൗണ്ട് സഹായിച്ചു. വലിയ എമൗണ്ട് അവരെ വിദേശത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ കരഞ്ഞു ചോദിച്ച ഒരു ദുഃഖത്തിലായി, അവർക്ക് ഭയങ്കര വിഷമത്തിലായ സമയമായിരുന്നു. ആ സമയത്ത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒരു വലിയ എമൗണ്ട് അവർക്ക് വേണ്ടി കൊടുത്തു. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അത് കിട്ടാനിടയായില്ല. അവർ പഠിച്ചു കുട്ടി നല്ല സെറ്റിലായി, കുട്ടിക്ക് ജോലി അടക്കം കിട്ടിയിട്ടും ആ കൊടുത്ത പണം അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോഴേ ഈ പ്രിയ ദേവദാസിയുടെ കുഞ്ഞ് വളരെ ചെറുതായിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഇവർക്ക് ഒത്തിരി ദുഃഖമുണ്ടായി. വലിയൊരു എമൗണ്ട് ആയിരുന്നു, ചെറിയ എമൗണ്ടേ അല്ല, ലക്ഷങ്ങളായിരുന്നു. പക്ഷെ ഭയങ്കര സങ്കടമായി, വിഷമായി. ഞങ്ങൾ സ്നേഹിച്ചൊരു ദുഃഖത്തിൽ കൊടുത്തല്ലേ, ഇല്ലായ്മയെന്ന് കൊടുത്തതല്ലേ, തിരിച്ചത് തന്നില്ലല്ലോ. പക്ഷെ അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഒരു ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ അതിന്റെ പുറകെ പോകണ്ട, ചോദിക്കണ്ട, നിങ്ങൾക്ക് അതിന്റെ ഇരട്ടിയായി ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങളെ ദൈവം മാനിക്കുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സിസ്റ്റർ കുഞ്ഞിനെ ഇല്ലേ, വിത്തൗട്ട് സ്കോളർഷിപ്പ് ഹയസ്റ്റ് കോളേജിൽ 1 രൂപ പഠിക്കാതെ ആ കുഞ്ഞിന് അമേരിക്കയിൽ അഡ്മിഷൻ കൊടുക്കാനിടെ വന്നു. 1 രൂപ ചെലവിടാതെ ഫുൾ സ്കോളർഷിപ്പിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇല്ലേ, +1 +2 പഠിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് ആ കുഞ്ഞിന് ഫ്രീ ആയിട്ട് കൊടുത്തു. അതിന് നല്ല മാർക്ക് കിട്ടി. 2 വർഷത്തെ എഡ്യൂക്കേഷൻ ആ കുഞ്ഞിന് ഫ്രീ ആയി കൊടുക്കാനിട വന്നു. അവർ പറഞ്ഞൊരു ടെസ്റ്റിമണി അത്. ഈ ഒരു വചനത്തിന് ശക്തിയുണ്ട് സിസ്റ്ററെ എന്നോട് പറയാനിടയായി. കാരണം നമ്മളെ ഒരു പുതപ്പെടുക്കാൻ ഒരാൾ ഇച്ഛിച്ചു കഴിഞ്ഞാൽ അവരോട് വസ്ത്രവും ഊരി കൊടുക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി അത് ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് നമ്മളെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലും നിരൂപിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്കിത് മനസ്സിലാകാത്ത, നമ്മളൊരു സിംഗിൾ ചാൻസ് പോലും കർത്താവിന് കൊടുക്കുന്നില്ല എന്നുള്ളതാ സത്യം, അല്ലെ? ആലോചിച്ച് നോക്കിയേ, നമ്മൾ എവിടെയെങ്കിലും ഒരു സിംഗിൾ ചാൻസ് ഇതുപോലെ കർത്താവിന് പ്രവർത്തിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടോ? വാസ്തവമായി നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവം എന്ത് ചെയ്യും എന്നറിയാമോ? നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതം നമുക്ക് കാണുവാനിട വരും. എത്ര പേര് വിശ്വസിക്കുന്നു? മത്തായിയുടെ സുവിശേഷം വായിക്കണം, ഗിരിപ്രഭാഷങ്ങൾ വായിക്കണം. ആർക്കും ഇഷ്ടമില്ലാത്ത ഭാഗമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, ദൈവമേ, അപ്പോസ്തലന്മാർ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം യേശു തന്റെ ജനത്തോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാ, അല്ലേ? അത് ഫസ്റ്റ് ഹാൻഡാ. കർത്താവ് ജനത്തോട് പറഞ്ഞ കാര്യം ഫസ്റ്റ് ഹാൻഡാ. സുവിശേഷങ്ങളിൽ പറയുന്ന കാര്യം ഫസ്റ്റ് ഹാൻഡ്. ആർക്കും അത് വായിക്കാൻ ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയാം, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുവിൻ. പാപിയായ ഒരാളെ, ഒരു സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കല്ലെടുത്ത പരീശന്മാരെ കൂട്ടത്തിൽ ആര് പാപം ചെയ്യാത്തത്? അപ്പൊ കല്ലെല്ലാം നിലത്തിട്ട് എല്ലാവരും തിരിഞ്ഞു പോകുന്നത് കാണുവാനിടയായി. ഇതുപോലെയുള്ള കാര്യമാണ് നമ്മൾ എവിടെ കാണുന്നത്? സുവിശേഷങ്ങളിൽ കാണുന്നത്. സുവിശേഷം വായിക്കണം. ഈ ദിവസങ്ങളിൽ സുവിശേഷം വായിക്കണം. സുവിശേഷത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാ. യേശു വന്നിട്ട് പറയാം, മാനസാന്തരപ്പെട്ട് നിങ്ങളെ ചിന്താഗതിയൊക്കെ മാറ്റി സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമ്മൾ ഇന്ന് യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവം പറയാ, അത്തിയില തളിർക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ, ഈ ശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോ നമ്മൾ എന്തു ചെയ്യണം? Go to the
ഫീറ്റ് ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ആ കാലിന്റെ അടുത്തേക്ക് പോകുക, അവിടെ ഇരിക്കുക, യേശു നമ്മളോട് എന്താ പറഞ്ഞതെന്ന് കേൾക്കുക. നമ്മൾ ഒരുപാട് സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ദൈവം എന്നോട് പറഞ്ഞ ഓയിലിനെ നമ്മൾ കീപ്പ് ചെയ്യണം. 10 കന്യകമാര് കയ്യിൽ ഓയിൽ കീപ്പ് ചെയ്തു അല്ലേ? ഓയിൽ ഇല്ലാത്തവർക്ക് പകുത്തിട്ട് കൊടുത്തപ്പോ എന്താ ചെയ്തത്? തന്റെ ഓയിലിനകത്ത് നിന്നോണ്ടാണ് ബുദ്ധിമുട്ടി എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തു? 5 കന്യകമാർ എന്ത് ചെയ്തു എന്നറിയാവോ? അവരെ ഓയില് ബുദ്ധിയുള്ള കന്യകമാര് എന്ത് ചെയ്തില്ല? കൊടുക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ദൈവം തന്ന നമ്മുടെ അനോയിന്റിങ്ങിനെയും ആ നല്ല വിശുദ്ധിയെയും നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടി പോയിട്ട് എന്ത് ചെയ്യരുത് എന്നറിയാവോ? നമ്മൾ അനോയിന്റിങ് കളയരുത്. ആരോടും നമ്മൾ എന്ത് ചെയ്ത് സംഭാഷണം ചെയ്തും വെറും വർത്തമാനം പറഞ്ഞും ദൈവത്തിന്റെ വചനം പറയുന്നത് വ്യർത്ഥ വാക്കുകളാൽ അന്ത്യനാളുകളിൽ നിങ്ങൾ ചതിക്കപ്പെടരുത്. വെറും വാക്കുകളാലും കളി വാക്കുകളാലും നമ്മൾ എന്ത് ചെയ്യരുത്? കർത്താവിന്റെ രാജ്യത്തിൽ നമ്മൾ അനോയിന്റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യരുത്? നശിപ്പിച്ച് കളയരുത്. അവിടെ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നു എന്നാ വചനം പറയുന്നത്. അന്ത്യകാലത്ത് നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത് വഞ്ചനയുടെ ആത്മാവായിരിക്കും, ചീറ്റിംഗ് സ്പിരിറ്റ്. അതെന്തുകൊണ്ടാണെന്നറിയാം? വഞ്ചിക്കുന്നവരെങ്ങനെയാ? നമ്മളെടുത്തുനിന്ന് വഞ്ചിക്കാന്നറിയുന്ന നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല അല്ലെ? വഞ്ചന എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ? അപ്പൊ എന്നെ ഒരാൾ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തന്നെയാ ചെയ്യുക, ഞാൻ തന്നെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും അല്ലെ? അതല്ലേ ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവരെ വിശ്വസിച്ച് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചീറ്റ് ചെയ്യപ്പെടുന്നത്. പറഞ്ഞാട്ടെ, ഒന്നിൽ വിശ്വസിച്ച് പോകുമ്പോഴാണ് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് നമ്മൾ തന്നെ അവരിൽ ഒരു നല്ലതാന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യും. അപ്പോഴാണ് നമ്മൾ അനുവാദത്തോടു കൂടിയാണ് അത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു സ്പിരിറ്റ് ആണ് എൻഡ് ടൈമിൽ വ്യാപരിക്കുന്നത്. കാരണം എന്താ? പലതും വഞ്ചനയുടെ സ്പിരിറ്റ് ആയിരിക്കും. അയ്യോ ഞാൻ ചതിക്കപ്പെട്ടു, അതേ സ്പിരിറ്റാ. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിൽ വന്ന സ്പിരിറ്റ് ഏതാ? ചീറ്റിംഗ് സ്പിരിറ്റ് അല്ലേ? ആരാ ചീറ്റ് ചെയ്തത്? സർപ്പൻ ചീറ്റ് ചെയ്തു. സർപ്പന്റ് വന്നിട്ട് ഹവ്വയോട് പറഞ്ഞു, എന്തു പറഞ്ഞത്? ഈ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും, ഇത് കഴിച്ചു നോക്ക്, നീ ദൈവത്തെ പോലെ ആകും, നിന്റെ കണ്ണ് തുറക്കും. അപ്പോ ആരാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തത്? ഹവ്വ തന്നെ, ആദമു തന്നെ ഇൻവോൾവ് ചെയ്യപ്പെട്ടു. അവര് നല്ലതെന്ന് തോന്നി അവര് ചെയ്തു. അപ്പൊ ഈ വഞ്ചനയുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇൻവോൾവ്മെന്റ് അതിലുണ്ടാവും. നമ്മൾ പോലും അതിനെ അലോ ചെയ്ത് കൊടുക്കും. നമുക്ക് അറിയത്തില്ല തെറ്റോ ശരിയോ എന്ന്, നമ്മൾ അറിയാതെ ആ ചീറ്റിങ്ങിലേക്ക് പോകും. എന്നാൽ ഇതേ കാര്യമാണ് പിശാച് എന്ത് ചെയ്യുന്നത് എന്നറിയാവോ? അവസാന നാളിലും തന്റെ വൃതന്മാരെ വെട്ടി താഴെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, വി ഷുഡ് ബി വെരി ബിവെയർ. നമ്മൾ വലിയ വ്യഭിചാരം ചെയ്യാനും കൊലപാതകം ചെയ്യാനും മദ്യപിക്കാതിരിക്കാനും അങ്ങനത്തേനെക്കാട്ടും അതിലും വലിയ ആപത്ത് വരുന്ന ഒരു സ്പിരിറ്റാ ഫസ്റ്റ് ഡേയില് ആദമിനോടും ഹവ്വയോടും ഇൻഫ്ലുവൻസ് ചെയ്ത അതേ സ്പിരിറ്റ് എന്ത് ചെയ്യുന്നറിയോ? ഈ എൻഡ് ടൈമിൽ നമ്മളെടുത്ത് വന്ന് ചീറ്റ് ചെയ്യപ്പെടും, വഞ്ചിക്കപ്പെടും. അതെങ്ങനെയാണെന്നറിയോ പറയുന്നത്? ദൈവം പറയാ, വെറും വാക്കുകളാൽ, വ്യർത്ഥ വാക്കുകളാൽ, കളി വാക്കുകളാൽ, ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവമാണെന്ന് വിചാരിച്ചാട് അയ്യോ ആ വ്യക്തിയെയും കൂടി സുവിശേഷത്തില് എന്താ പറയാ ദൈവരാജ്യത്തിലേക്ക് കയറ്റണമെന്നും പറഞ്ഞു ഒരാളെടുത്ത് പോയി സുവിശേഷം പറഞ്ഞ അടിയായി, വഴക്കായി, എന്റെ അഭിഷേകം പോയി ആൾക്ക് വിശ്വസിച്ചതുമില്ല. നമ്മൾ വഞ്ചിക്കപ്പെടും അല്ലെ? നമ്മൾ ഉദ്ദേശം എന്താ? ഒരു വ്യക്തിയെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കയറ്റാൻ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ മറ്റുള്ളവരുടെ മുന്നിൽ, എന്നെ കളിയാക്കുന്നവരുടെ മുന്നിൽ ഞാൻ അതിനെ ശരിയാന്ന് സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെയാണ്, എൻ്റെ ദൈവം വലുതാണ്, നമ്മൾ അവരോട് ആർഗ്യുമെന്റിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ അഭിഷേകം നമ്മൾ വഞ്ചിക്കപ്പെടും. നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളോട് സംസാരിച്ചു നോക്ക്, ചിലപ്പോൾ വിശ്വസിക്കാത്ത ഭർത്താവിനോട് സംസാരിച്ചു നോക്ക്, വിശ്വസിക്കാത്ത ഭാര്യയോട് സംസാരിച്ചു നോക്ക്, വിശ്വസിക്കാത്ത അപ്പനോടും അമ്മയോട് സംസാരിച്ചു നോക്ക്, വിശ്വസിക്കാത്ത സഹോദരന്മാരോട് സംസാരിച്ചു നോക്ക്. ചതിക്കപ്പെടും എന്ന് വെച്ച് ഞാൻ പറയുന്ന തെറ്റായ ഒരു ധാരണയിൽ എടുക്കരുത്. അവരോട് സുവിശേഷം പറയേണ്ടതാന്നല്ല, തന്നെത്താൻ സൂക്ഷിച്ചു കൊള്ളണം. ജെയിംസിൽ പറയുന്നുണ്ട്, യാക്കോബിന്റെ സുവിശേഷം, യാക്കോബിന്റെ ലേഖനം അതിന്റെ ലാസ്റ്റ് ഒന്ന് എടുത്താട്ടെ. ജെയിംസ് ലാസ്റ്റില് ഉള്ള വേർഡ്, ഏറ്റവും അവസാനമുള്ള വേർഡ് ജെയിംസില്, യാക്കോബ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കേണ്ടതിന് തന്റെ മഹിമാധനത്തിൽ
സൂക്ഷിക്കുന്ന കർത്താവിന്റെ സോറി സഹോദരന്മാരെ, നിങ്ങളിൽ വരുവാൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചറിയുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. പ്രൈസ് ഗോഡ്. അതല്ലായിരുന്നു സിസ്റ്റർ വേർഡ്. യൂദയുടെ അവസാനം യൂദ 24-25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ദൈവത്തിന്റെ പരിശ്രമം എന്താ? വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതിന്റെ 20 പറയുന്നുണ്ട്, നിങ്ങളോ പ്രിയമുള്ളവര് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. കേട്ടോ, ദൈവത്തിന്റെ ആ സ്നേഹത്തിലാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ, ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താലുള്ള കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരെ ഭയത്തോടെ കരുണ കാണിക്കണം. ദൈവം പറയാണ്, നമ്മൾ ചില ഭയത്തോടെ വേണം നമ്മൾ എന്ത് ചെയ്യണേ? കരുണ കാണിക്കുക. ഭയത്തോടെ എന്ന് വെച്ചാൽ അറിയാവോ, നമ്മൾ അവധി പേടിച്ച്, വേറെ ഭൂതത്തെയും ഇതിനെയൊന്നും പേടിച്ചിട്ടല്ല, നമ്മൾ വീഴാതിരിക്കാൻ ഒരു ബിവെയർ നമുക്കുണ്ടാകണം. നമ്മളെ സൂക്ഷിക്കാനുള്ള ഒരു ബിവെയർ, ഒരു ജാഗ്രതയോടെ, ആ ഭയത്തോടെ വീഴാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിച്ച് തന്റെ ആത്മീക വർധനവ് വരുത്തിയിട്ടേ നമ്മൾ ഒരാളെയും നന്നാക്കാൻ പോകാവൂ. ദിസ് ഈസ് ദ എൻഡ് ടൈം മെസ്സേജാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നല്ലോ, ഞങ്ങളെ ചുറ്റുപാടൊക്കെ നടക്കുന്നത് എന്താണെന്നും മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാം. ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, me and my home is very happy. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഇന്നലെ മെഞ്ഞാന്ന് എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോയപ്പോ ഓഫീസിന്റെ ടവറിന്റെ മേലെ ഒരു സംഭവം വന്നതാ. കണ്ണുകൊണ്ട് കണ്ടതാ. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഡിസ്പേഴ്സ് ആയി തിരിച്ചു വന്ന. ബട്ട് me and my home is very happy. എൻ്റെ കുഞ്ഞുങ്ങൾ അപ്സെറ്റ് അല്ല. I know I am under the wing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ചിറകിന്റെ അണ്ടറിലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇങ്ങനെയല്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയല്ല. ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ചില സമയം അപ്സെറ്റ് ആയിരിക്കും. നമ്മൾ എന്താവുന്നില്ലേ? നത്തിങ് വിൽ ഹാപ്പൻ ടു മൈ ഹോം. കർത്താവ് ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ഭയങ്കര ബോധ്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൗ ദ ലോർഡ് ബിൽഡിങ് മീ. എത്ര ഇതായിട്ടാ കർത്താവ് എന്നെ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ കൂടി വരുമ്പോഴും നമ്മൾ ദൈവവചനത്തിന്റെ കൂടെ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ ഓരോ വചനത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴല്ലേ നമ്മൾ ഉള്ളിൽ ഒരു മനുഷ്യൻ വലുതായി വരുന്നുണ്ട്. അത് നമുക്ക് പോലും അറിയത്തില്ല. പക്ഷെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് അറിയാം. പ്രിയ സിസ്റ്ററെ, പ്രിയ ബ്രദറെ, ഇവിടെ വന്നിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോഴില്ലേ, അത് ആഗ്രഹത്തോടെ ശ്രവിക്കുമ്പോഴില്ലേ, പുറമെ ചിലപ്പം നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. ബട്ട് there is a huge heavenly Holy Spirit realm open in our inner heart. ഒരു പുതിയ മനുഷ്യൻ, ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു മനുഷ്യന്റെ മേഖല, ഒരു മനുഷ്യൻ നമ്മളെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് ഞാനല്ലല്ലോ, എൻ്റെ ഉള്ളിൽ മറ്റൊരുത്തൻ ഉണ്ടല്ലോ എന്ന് നമുക്ക് തിരിച്ചറിയും. അങ്ങനെ ഒരു ധൈര്യം നമ്മൾക്ക് കാണുവാനിട വരും. അങ്ങനെ ഒരു സമാധാനം നമുക്ക് കാണുവാനിട വരും. ഞാനിത് അനുഭവിച്ചിട്ടാ പറയുന്നത്. എൻ്റെ അമ്മയിലെ ഭയങ്കര വെപ്രാളുള്ള ആളാ. ഭയങ്കര വെപ്രാളം എന്ന് വെച്ചാൽ ഒരു ചെറിയ ശബ്ദം കേട്ടാ എന്താ അത്
ഇങ്ങനെ വന്ന് ചോദിക്കുക തന്നെ ആദ്യം ഒരു 10 എന്താ ചോദിച്ചിട്ട്. കാരണം ഉള്ളിലെ ഭയങ്കര വെപ്രാളുള്ള നേച്ചറാ ഞാൻ കുഞ്ഞായിട്ട് കാണുന്നത് വരെ. ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഭയങ്കര വെപ്രാളെന്ന് വെച്ചാൽ പേടി. അപ്പൊ അമ്മയ്ക്ക് കാല് തൊട്ട് വരയ്ക്കാൻ തുടങ്ങും. പിന്നെയും ധൈര്യം എനിക്കും എൻ്റെ അനിയനും ഒക്കെ ആയിരുന്നു. അച്ഛനെയും ഒക്കെ പണ്ട് പെട്ടെന്ന് ഷുഗറൊക്കെ ഡൗൺ ആയി വീഴുമ്പോലെ അമ്മേനെ കാണത്തേ ഇല്ല. അമ്മ ഇപ്പുറം ഇല്ലേ ഒന്ന് കാലും കൈയും വരച്ച അമ്മ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടാവും. വെള്ളം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളാ. അത്രയ്ക്ക് അമ്മയ്ക്ക് ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. ഭയങ്കര ധൈര്യമില്ലാത്ത ഒരാള്. ധൈര്യം എന്ന് വെച്ചാൽ ഇന്നസെന്റ് ആയിട്ട്, പേടിയായിട്ട്, ഓവർ ലവിങ് ഓവർ കെയറിങ് ആയിട്ടില്ല. ആർക്ക് എന്തെങ്കിലും വരുന്നു എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും, ശരീരത്തിന്റെ ശക്തി എന്ത് ചെയ്യും, അങ്ങ് ക്ഷയിച്ചു പോകും. ഇങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ അമ്മ. പക്ഷേ ഇല്ലേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനില്ലേ എത്ര ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ ഒറ്റയ്ക്ക് ധൈര്യത്തോടെ എനിക്ക് പോലും അത്ര ധൈര്യമില്ലായിരുന്നു. ആ കോവിഡിന്റെ ടൈമിൽ ഞങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടില്ലേ, ഞങ്ങൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് രാവും പകലും ആരാധിക്കുമായിരുന്നു. എൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ അന്ന് 7ലും 5ലും 7ലും പഠിക്കുക. മോന് കീബോർഡ് വായിക്കും, മോള് പാട്ട് പാടും. ഫുൾ ടൈം എൻ്റെ വീട്ടിൽ പാട്ടായിരുന്നു. അവർ നന്നായി അനുസരിക്കുകയായിരുന്നു. ആ സമയത്ത് നന്നായി പാട്ടോ, ചെറിയ ഏജ് അല്ലേ അവർക്ക്, മറ്റൊന്നുമല്ല, നന്നായി പാട്ടുപാടി കർത്താവിനെ വർഷിപ്പ് ചെയ്ത് ദൈവം എന്നോട് പ്രവചനാത്മാവിൽ ഇടപെടുമായിരുന്നു. ദൂത് വിളിച്ചു പറയായിരുന്നു. ഞങ്ങളെ പ്രേയർ മാറ്റ് എന്ന് പറഞ്ഞ ഒരു യാഗപീഠം പോലെയായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാർപ്പറ്റ് എന്ന് വെച്ചാല് ആ കുഞ്ഞുങ്ങൾക്ക് വരെ പേടിയായിരുന്നു. ഞാൻ അതിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, കിടന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഉറങ്ങും അതിനകത്ത്. കുട്ടിയൊക്കെ പേടിയായിരുന്നു അതിനകത്തേക്ക് വരാന്. എൻ്റെ അടുത്ത് മോള് കഴിഞ്ഞ ദിവസം എക്സാം ആയിരുന്നു. അപ്പോ എൻ്റെ അടുത്ത് പറയാ, അമ്മ ആ പ്രയറിൽ ഇരുന്നുള്ള പ്രാർത്ഥന എനിക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ട്. അവിടെ കോവിഡിന്റെ സമയത്തൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ആ സമയത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചത്, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. കുഞ്ഞുങ്ങൾക്ക് ആ പ്രയർ മാറ്റ് പരീക്ഷ വരുമ്പോൾ എന്നോട് പറയാം, അമ്മ അതുപോലെ ഒന്ന് എനിക്ക് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. ബിക്കോസ് ദർ ഇസ് ഒരു കുട്ടികൾക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ വലിയൊരു ചൈതന്യം അവിടെ വന്ന് കയറുവാനിടയായി. ആ സാന്നിധ്യത്തിനകത്ത് ഒരു തീ കൊളുത്തിയതുപോലെ ഒരു സാധനം അമ്മയിലേക്ക് കൈമാറിയത് ഞാൻ അറിഞ്ഞിട്ടില്ല, അമ്മയും അറിഞ്ഞിട്ടില്ല, അച്ഛനും അറിഞ്ഞിട്ടില്ല. ഇന്ന് അച്ഛൻ എന്നോട് പറയാ, നിന്നെക്കാട്ടു ധൈര്യമാ അമ്മയ്ക്ക്. അമ്മ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതമാ. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മുഴ അപ്രത്യക്ഷമാകുന്നു, ക്യാൻസർ രോഗ സൗഖ്യമാകുന്നു, ലക്ഷക്കണക്കിന് രൂപയുള്ളത് അത് ജപ്തി നോട്ടീസ് ഇല്ലാതായി പോകുന്നു. അത്ഭുതവും വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ ഒരു സഭയ്ക്കകത്ത് പറഞ്ഞാൽ ഭയങ്കര പുകിലാവുന്ന കാര്യങ്ങളാ. ഇതൊക്കെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ, നേരിട്ട് ഒരാളെ മുന്നിലിരുന്ന് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. സോ നമ്മൾ 2 പേര് 3 പേര് ഐക്യമത്യപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അത്ഭുത ടെസ്റ്റിമണി ഉണ്ട്. 2 ആഴ്ച മുന്നേ എൻ്റെ മോൾ ഇവിടുന്ന് സ്വപ്നം കണ്ടു. എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ അനിയനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ആ വിഷയം ഇരുന്ന് പ്രാർത്ഥിച്ചു. 1.5 ആഴ്ച മുന്നേ എന്നോട് പറഞ്ഞു, അമ്മ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം കുലുങ്ങുന്നു. ഞാൻ എൻ്റെ ബ്രദർ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം കുലുങ്ങുന്നു. അമ്മയും തൊട്ടടുത്തുണ്ട്. ഞാൻ കുലുങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ അമ്മ വിമാനം താഴെ കൂടെ പോകുന്നത് ഞാൻ കാണുന്നു. ഞങ്ങൾ അപ്പം തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു, ആ വിഷയത്തെ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഇന്ന് അതൊക്കെ കാണാനിടയായി. എന്തോന്നറിയത്തില്ല, അന്ന് പ്രാർത്ഥിച്ച് ക്യാൻസർ ഉണ്ടോ? നോ വെറീസ്, നത്തിങ്, മൈ ഹോം ഈസ് ഓൾവേസ് ഹാപ്പി. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് മഹത്വം. നമ്മൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ ദേശത്തിന്റെ കാവൽക്കാരനാ, നീ ദേശത്തിന്റെ കാവൽക്കാരിയാ. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാനൊരു സാധാരണ സ്ത്രീ ആയിരിക്കാം, പക്ഷെ എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കയറി അതിന് ഉത്തരം കൊണ്ടുവരിക തന്നെ ചെയ്യും. സോ ഐ ആം വെരി, എനിക്ക് അതിൽ ഭയങ്കര ഉറപ്പുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്. എല്ലാ സാത്താന്റെ വെല്ലുവിളിയെയും അവന്റെ തീയാമ്പുകളെ കെടുത്തി കളയുവാനുള്ള ശക്തിയേറിയ ആയുധം നമ്മുടെ ഇടയിലുണ്ട്, ഈ കൂടി വരുന്ന ജനത്തിന്റെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അവന്റെ നിയമങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ വെക്കണം. കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ മോള് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിക്കും. കഴിഞ്ഞ ദിവസം അവർക്ക് എക്സാം ആയിരുന്നു. എക്സാമിന്റെ തലേ ദിവസം ഇവക്ക് പനി തുടങ്ങി. പനി എന്ന് വെച്ചാൽ 104 ഫീവർ. നാളെ പരീക്ഷയാ. ഇന്ന് ഉച്ചയ്ക്ക്, നാളെ പരീക്ഷയാണെങ്കിൽ ഇന്ന്
രാവിലെ മുതൽ ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ കുഞ്ഞിന് പനിക്കാൻ തുടങ്ങി. 103, 104 പനി. സ്പോഞ്ച് ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസം സയൻസിന്റെ എക്സാമാ. കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, പിള്ളേര് 10ാം ക്ലാസ് എക്സാമിനേഷൻ നടക്കുക. സയൻസിന്റെ എക്സാമിനേഷനാ. കുട്ടി തലേ ദിവസം തൊട്ട് പഠിച്ചിട്ടില്ല, ബുക്ക് തൊട്ടിട്ടില്ല. പക്ഷെ ആദ്യം എനിക്ക് പഠിച്ചില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. പിന്നെ ഒരു 10 മണി, 11, 12 മണി ആയപ്പോ കർത്താവ്, എന്റെ കുഞ്ഞ് നാളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതത്തില്ലേ എന്നൊരു തോന്നൽ വരാനായി. അതുപോലെയായി കുഞ്ഞ്. മുഖമൊക്കെ ചുമന്ന് 104 പനിയായി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ടു, മരുന്ന് കയറ്റി, തിരിച്ചു വന്നു. ഡോക്ടർ പറഞ്ഞു, മരുന്ന് കയറ്റിയല്ലോ, ഇനി പേടിക്കണ്ട, ഇനി കുഞ്ഞിന് പനിക്കത്തില്ല എന്ന്. പനിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞ് അവിടെ പോയി പരീക്ഷ പെന്നും പേപ്പറും പിടിച്ചു ഹാളിൽ ഇരിക്കണ്ടേ. എങ്ങനെ പരീക്ഷ എഴുതും? ആകെ. പക്ഷെ ഉള്ളിൽ ഒരു വെപ്രാളം എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യം, എന്റെ ദൈവത്താൽ സകലതും സാധ്യം. എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ എന്റെ ദൈവത്താൽ സകലതും സാധ്യം. ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കുഞ്ഞിന്റെ പഠിച്ചില്ല ഒന്നും ഞാൻ പറഞ്ഞില്ല, ആ മോളെടുത്ത് പറയുകയേ ചെയ്തില്ല. അങ്ങനെ ഈ ഡ്രിപ്പ് ഇട്ടു, തിരിച്ചു ഇവിടെ വീട്ടിലേക്ക് വന്നു. 1.5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 8 മണിക്കൂർ 10 മണിക്കൂർ നീ ഇനി നോക്കണ്ട, കുഞ്ഞിന് പനിക്കത്തില്ല എന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പനി സ്റ്റാർട്ട് ചെയ്തു. മുഴുവൻ ഞാൻ സ്പോഞ്ച് ചെയ്തു, വീണ്ടും മരുന്ന് കൊടുത്തു. രാത്രി ഒരു പോളം ഉറങ്ങിയില്ല. 2 മണിക്ക് പനിക്കുന്നു, 5 മണിക്ക് പനിക്കുന്നു. ഫുള്ള് കുഞ്ഞിനെ ഞാൻ നനച്ച് തുടച്ച്, കാരണം മെഡിസിൻ കൊണ്ട് മാത്രം പനി മാറുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു, കർത്താവ് എന്റെ പ്രാർത്ഥന ഏക്കത്തില്ലേ? ഇതെന്തുവാ ഞാൻ പ്രാർത്ഥിച്ചു? എന്റെ ഇത്രയും അത്ഭുതമൊക്കെ ചെയ്യുന്ന എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോ സൗഖ്യമില്ലേ? ഞാൻ പറഞ്ഞു, നോ, സൗഖ്യമില്ലാത്തത് എനിക്ക് പ്രശ്നമല്ല. എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. സൗഖ്യം പോട്ടെ, സൗഖ്യമില്ലാത്ത, ഐ നോ ലോർഡ് യു ആർ ലവിങ് മീ. എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. അത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ യേശുവോടാന്ന് എനിക്കറിയാമെന്ന് ഞാൻ എന്ത് ചെയ്തു? ഹൃദയത്തിൽ ഉറപ്പിച്ചു. രാവിലെ എഴുന്നേറ്റു. പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി 6 മണിയാകുമ്പോൾ 7 മണിക്ക് ഇറങ്ങണം. കുഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന പനി. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ. ഞാൻ തൊട്ട് നോക്കുമ്പോൾ 102, 103, 102 പോയിന്റ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ തെർമോമീറ്റർ അവിടെ കളഞ്ഞു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ നീ ചായ കുടിച്ച് ഞാൻ ടിഷ്യൂ പേപ്പർ, ഒരു ബൾക്ക് ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൻ്റെ അകത്ത് നനച്ചു, വെള്ളത്തിൽ നനച്ച് ഞാൻ കയ്യിൽ ഇത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചോ, നീ ഇത് ഒപ്പിക്കൊണ്ട് പോടു, എക്സാമിനേഷൻ ഹാളിൽ പോടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞിന്റെ കയ്യിൽ ഞാൻ വിചാരിച്ചു, ദൈവമേ, ആ എക്സാമിനേഷൻ ഹാളിൽ അവർ കുഞ്ഞിന് പെണ്ണ് പിടിക്കാനുള്ള കൃപ കൊടുക്കണേ. അങ്ങനെ സ്കൂളിലേക്ക് പോയി ടീച്ചറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, മോൾ ഇത്രയും വയ്യാതിരിക്കുക, 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിനെ ഒന്ന് കെയർ ചെയ്യണം, ടെമ്പറേച്ചർ ഹൈ ആയി പോവരുത്, ഒന്ന് നോക്കിയേക്കണം പറഞ്ഞു. അവിടെ പ്രിൻസിപ്പാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയറിങ് കുഞ്ഞിനെ കൊടുത്തു. പക്ഷെ ഒരു കണക്ക് നോക്കിയാലും എന്റെ കുഞ്ഞിന് എക്സാമിനേഷൻ എഴുതാൻ ഒരു വകയും വന്നില്ല. ഒരു കണക്ക് നോക്കിയാലും എന്റെ മോക്ക് പരീക്ഷ എഴുതാൻ വകയില്ല. കാരണം അതുപോലെ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതയും പനിയും. ഞാൻ പറഞ്ഞു, കർത്താവ് എന്തോ വന്നോട്ടെ, വൊമിറ്റിങ് മാത്രം വരരുത് ദൈവമേ, ഛർദി മാത്രം ഉണ്ടാകരുത്, പനിച്ചാലും കുഴപ്പമില്ല ദൈവമേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? കുഞ്ഞ് പോയി സ്പോഞ്ച് വെക്കി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, പരീക്ഷയല്ല, കുഞ്ഞിന്റെ ശരീരത്തെ ദൈവം പ്രൊട്ടക്ട് ചെയ്യണമേ, കുഞ്ഞിന്റെ ശരീരത്തെ എന്റെ ദൈവം പ്രൊട്ടക്ട് ചെയ്യണമേ. മുട്ടിലിരുന്ന് കുഞ്ഞ് വരുന്നതുവരെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് തിരിച്ചു വന്നപ്പോഴല്ലേ കൂളായി സന്തോഷത്തോടു കൂടി ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, നീ എങ്ങനെ എഴുതി മോളെ എക്സാം? എങ്ങനെ നീ പെണ്ണ് പിടിച്ച് ചോദിച്ചപ്പോ കുഞ്ഞ് പറയുന്ന, അമ്മ എനിക്ക് ഒന്നുമില്ലായിരുന്നു, അമ്മ എന്തിനാ, എനിക്ക് പനിയുമില്ല, ഒന്നുമില്ല. അമ്മ പനി എന്ന് പറയുമ്പോൾ എന്റെ ബോഡിയിൽ എനിക്ക് അതൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു കേൾക്കാനിടയായി. എത്ര പേര് വിശ്വസിച്ചു? ഞാൻ തൊട്ട് നോക്കുമ്പോ ചുട്ടുപൊള്ളുന്ന പനി. എന്റെ കുഞ്ഞ് വന്നിട്ട് പറയാ, അമ്മ എന്തോ പറയുന്നത്, എന്റെ ശരീരത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നോക്കുമ്പോ കുഞ്ഞിന്റെ മുഖം ക്ഷീണിച്ചിരിക്കുന്നു, തളർന്നിരിക്കുന്നു. പക്ഷെ കുഞ്ഞ് പറയാ, എനിക്ക് എന്റെ വിരലുകൾക്കോ എന്റെ ബുദ്ധിക്കോ ഒന്നും വരുവാൻ, ഓർമ്മശക്തിക്കോ എന്താ പറയാ, മെമ്മറി പവർ ഇത് ഓർത്തെടുക്കാനോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ എഴുതിയതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാം കഴിഞ്ഞ എക്സാം ആയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് എഴുതിയ എക്സാം, ഐ ഡൺ ഓൾ ദ ക്വസ്റ്റ്യൻ വെരി വെൽ മമ്മ എന്ന് കേൾക്കുവാനിടയായി. ദിസ് ഈസ് അവർ ലോർഡ്. Sometimes we cannot see the answer.
അല്ലേ? ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളവിടെ ആൻസർ കാണത്തില്ല, പനി കുറഞ്ഞിട്ടില്ല. അയ്യോ, പക്ഷെ ഞാൻ പറഞ്ഞു, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു. യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് ഉത്തരം കേട്ടു എന്ന് എനിക്കറിയാം. തൊട്ടു നോക്കും കുഞ്ഞിന് ഹൈ ഫീവർ. കുഞ്ഞ് പരീക്ഷ എഴുതി തിരിച്ചു വന്നപ്പോ കുഞ്ഞിന്റെ ടെസ്റ്റിമണി എന്താ? ഞാൻ ഇങ്ങനെയാ അന്ന് പ്രാർത്ഥിച്ചത് എന്റെ ഫ്രണ്ട്സ്, തീയിൽ കൂടെ നടന്നാലും തീജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല, നദിയിലൂടെ കടന്നാലും വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. ഞാൻ അന്ന് കുഞ്ഞ് എക്സാമിന് എഴുതി വരുന്നത് വരെ ഈ വേർഡാ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തീയിൽ കൂടെ കടന്നാലും അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല, നദിയിൽ കൂടെ കടന്നാലും നദിയിലെ വെള്ളം നിന്നെ എന്ത് ചെയ്യത്തില്ല, മുക്കിക്കളയത്തില്ല. ഇത് തന്നെ എൻ്റെ കുഞ്ഞ് തിരിച്ചു വന്ന് പറയാനിടയിൽ. വെറുതെ പറയാ, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ കാണുന്ന ടീച്ചർ കുഞ്ഞിന്റെ കണ്ണ് ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്, ഭയങ്കര വയ്യാതെ ഇരിക്കുന്നു എന്ന് പറയാനിടയായി. ദിസ് ഈസ് ദ ലോർഡ് വി ആർ സെർവിങ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാവോ? നമ്മൾ അറിയാതെ, കണ്ണുകൊണ്ട് കാണാതെ തന്നെ നമ്മളെ ഉള്ളിൽ, നമ്മൾ ചിലതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല, പക്ഷെ നമ്മളെ ഉള്ളിലെ നമ്മൾ അറിയാത്തൊരു പ്രവൃത്തി നടക്കുന്നുണ്ട്. അതുകൊണ്ടാ വചനം പറയുന്നത്, തീജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. നമ്മൾ ചിന്തിക്കും തീയിലൂടെയല്ലേ നടന്നത്, പക്ഷെ നടന്നു പോയ വ്യക്തി തിരിച്ചു വന്നിട്ട് എന്താണെന്നറിയോ പറയാ? എനിക്ക് പൊള്ളലേറ്റത്തേ ഇല്ല സിസ്റ്ററെ, ബ്രദറെ, എനിക്ക് പൊള്ളിയിട്ടില്ല, വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോയിട്ടില്ല. ഇതാ നമ്മൾ കേൾക്കാൻ പോകുന്ന ആൻസർ. ദാറ്റ് ഈസ് ദ ലോർഡ് വി ആർ സെർവിങ്. ഹൗ ലവിങ് ലോർഡ് വി ആർ സെർവിങ്. നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിൽ ഒരു നല്ലൊരു ആത്മ മനുഷ്യൻ രൂപപ്പെടുന്നുണ്ട്. നമ്മളെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു നീതി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക, നമ്മൾ കർത്താവിൽ ഏക ഹൃദയത്തോടെ ഇരിക്കുക, നമ്മൾ ദൈവം പറയുന്ന ലഘുവായ കാര്യം ചെയ്യുവാൻ നമ്മളെ തന്നെത്താൻ സമർപ്പിക്കുക. ഈ ലോകത്തിന്റെ അപ്സൈഡും സുവിശേഷങ്ങൾ വായിക്കണം. അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതായത് തല കീഴായ ചില കാര്യങ്ങൾ, നേരെ നമ്മൾ എല്ലാവരെയും കാണുന്നത് പോലെ അല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തില. എനിക്ക് ദൈവം തന്നൊരു ഭാഗ്യമാത്. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തില ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞത്. നമ്മൾ പേഴ്സണലി എന്ത് ചെയ്യണം? ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അതിലങ്ങ് വീണു പോകരുത്. സ്നേഹിക്കുന്ന കുറച്ച് പേര് നമ്മളെ കൂടെ വേണം. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മളെ ഭർത്താവിനെയും നമ്മളെ കുഞ്ഞുങ്ങളെയും നമ്മളെ അപ്പനെയും അമ്മയെയും, ഇവരെ ആദ്യ നിരയിൽ വേണം. ചിലരുണ്ട്, എനിക്ക് സിസ്റ്റേഴ്സ് മതി, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മതി, എൻ്റെ ഭർത്താവും വേണ്ട, കുഞ്ഞുങ്ങളും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയല്ല. നമ്മളെ അപ്പനും അമ്മയും ഇവരാ ഫസ്റ്റ് നമ്മളെ സ്നേഹത്തിന് ഏറ്റവും അർഹിക്കപ്പെട്ടവർ അവരാ, അല്ലെ? നമ്മളെ പേരൻസ് അല്ലെ? അവരെ നമ്മൾ സ്നേഹിക്കണം, നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ഇല്ലേ? ദൈവം പറയും, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലുള്ളവരെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തുവോ കാര്യമുള്ള. പക്ഷെ ഞാനൊരു സദ്വർത്തമാനം പറയാ, നമ്മളില്ലേ നമ്മളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുമ്പോഴില്ലേ ഈ എന്താ പറയാ, ഈ പോയിന്റ് കയറും, സ്വർഗത്തിൽ പോയിന്റ് കയറും. എന്താ പറയാ, നമ്മളെ വാല്യൂ പോയിന്റ് ഇല്ലേ, അതിങ്ങനെ അടിച്ചു കയറിക്കോ, ഒരു ഗോൾഡൻ കോയിൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നമ്മൾ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ സ്നേഹിക്കാത്തവരെ, നമ്മളെ പകയ്ക്കുന്നവരെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കോയിന് കയറും. നമുക്ക് സ്പിരിച്വൽ കോയിൻ ഇങ്ങനെ സ്വർണം കയറിക്കൊണ്ടിരിക്കും, ഗോൾഡ് കയറിക്കൊണ്ടിരിക്കും, നമുക്ക് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. സോ മാറ്റ് കൂടിക്കൊണ്ടിരിക്കും, നമ്മളെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന എന്തും കാര്യത്തിനുമില്ലേ അതിൻ്റെതായതുണ്ട്. ഞാൻ ഇപ്പോഴൊരു ടെസ്റ്റിമണി, എനിക്ക് ബിഗസ്റ്റ് ടെസ്റ്റിമണിയുണ്ട്. ഞാൻ ഹൈന്ദവ ആചാരപ്രകാരമായിരുന്നു എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞത്. അന്ന് അച്ഛന് ഒത്തിരി ബുദ്ധിമുട്ടായ സമയമായിരുന്നു. പക്ഷെ അച്ഛന് എനിക്ക് നല്ല സ്വർണ്ണമൊക്കെ തന്ന് വിവാഹം കഴിപ്പിക്കാൻ, ഞങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഒരിതുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി, അപ്പം എൻ്റെ കല്യാണത്തിന്റെ ആ മുന്നേ സ്വർണത്തിന് ഒരു പവന് 3000 രൂപ, 3500 ആ ഒരു റേഞ്ച് ആയിരുന്നു. വെറും ഒരു 6 months ആയപ്പോ അത് ഒറ്റയടിക്ക് 8000 രൂപയായി, വെറും ഒരു 3-4 മാസം കൊണ്ട്. അപ്പൊ എൻ്റെ മൈൻഡിൽ ഭയങ്കര ഇത്, അയ്യോ കഷ്ടമായിപ്പോയല്ലോ, ഇത്രയും വലിയൊരു നഷ്ടത്തിലൂടെയല്ലേ അച്ഛൻ എന്ത് ചെയ്തത്, എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. എനിക്ക് ഭയങ്കര, ഞാൻ ചെറുപ്പം മുതലേ നല്ല പൊസിഷനിൽ ജോലി ചെയ്ത ഒരാളാണ്. എങ്കിൽ എനിക്ക് ഭയങ്കര പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് KSEB സബ് എഞ്ചിനീയർ ആയിട്ട് എംപ്ലോയ്മെന്റിൽ ജോലി കിട്ടിയ, അത് കഴിയുമ്പോൾ തന്നെ വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ആയിട്ട് എനിക്ക് ജോലി കിട്ടിയതാ. അത് കഴിയുമ്പോൾ തന്നെ ലാൻഡ് സർവേയില് CWRDM ജിയോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് അസിസ്റ്റന്റ് ആയി കിട്ടിയ. ഇങ്ങനെ വൺ ബൈ വൺ എൻ്റെ നാട്ടിലെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറിയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തം എന്നെ അറിയാം. എന്നിട്ട് എന്താ പറയാ, ഞാൻ വിചാരിക്കും, ദൈവമേ, പണം
അല്ല, പക്ഷെ ഒരു നഷ്ടം, നമുക്ക് പൈസ ഇല്ലാഞ്ഞിട്ടോ അതൊന്നുമല്ല, പക്ഷെ വലിയൊരു ഹ്യൂജ് ലോസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു. അന്ന് ഈ കർത്താവിന്റെ പുസ്തകം എൻ്റെ കയ്യിലേക്ക് എത്തിയ ആ ഒരു സമയമായിരുന്നു, വിവാഹം കഴിച്ച ആ സമയം. പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് യേശുവിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛൻ നോക്കിക്കോ, അച്ഛൻ ഇന്ന് വാങ്ങിയ ഒരു പവന് 1,00,000 രൂപയായി മാറുന്നു. പ്രൈസ് ഗാഡ്. അച്ഛൻ 1,00,000 മാറും. ബിക്കോസ് അച്ഛന്റെ ആ ഇല്ലായ്മയെന്ന് അച്ഛൻ എനിക്ക് സ്നേഹത്തോടെ തന്നത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, അച്ഛന് ബുദ്ധിമുട്ടില്ല, അച്ഛൻ ഇത് നോക്കി. ഞാൻ എൻ്റെ ആ സ്നേഹത്തിൽ, അച്ഛനോടുള്ള സ്നേഹത്തിൽ ഞാൻ പറയാം, അച്ഛൻ ഇത് നോക്കിക്കോ, ഇതിന് 1,00,000 രൂപയായി മാറും, 1,00,000 രൂപയായി മാറും. കഴിഞ്ഞ ദിവസം അച്ഛൻ പറയാ, കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ മോളെ, നീ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. അന്ന് എനിക്ക് ഭയങ്കര അച്ഛനും അമ്മയും എന്നുള്ള കമ്പാഷൻ നമുക്ക് കൂടുതലുള്ള സമയമാണല്ലോ, പഠിക്കുന്ന സമയമൊക്കെ. അന്ന് അവരെ ദുഃഖിപ്പിക്കുക, അവരെ ബുദ്ധിമുട്ടാകുക, നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം അല്ലേ. അങ്ങനെയുള്ള ഒരു സമയമാണല്ലോ വിവാഹത്തിന് മുന്നേ ഉള്ള സമയം. ആ ഒരു സങ്കടത്തിൽ യേശുവിന്റെ പുസ്തകം പിടിച്ച് ഞാനന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് നിവൃത്തീകരിച്ചത് ഞാൻ കണ്ടതാ. അതുപോലെ തന്നെ എൻ്റെ അച്ഛന് ഞാൻ പറയാ, 74 വയസ്സിൽ അച്ഛന് ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ അച്ഛന് ഒരു ഇൻഷുറൻസും ഇല്ലായിരുന്നു. അച്ഛൻ ഒരുപാട് സാമൂഹികമായി പല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളാണ്. അച്ഛന്റെ പേഴ്സണലി ഹെൽത്ത് ഇൻഷുറൻസ് അച്ഛൻ എടുത്തിട്ടില്ല. ആർക്കെങ്കിലും അറിയാമോ 73 വയസ്സുള്ള ആൾക്ക് ഇവിടെ ഇൻഷുറൻസ് ഫെസിലിറ്റി ഉണ്ടെന്ന്? ഒരാളും കൊടുക്കത്തില്ല അല്ലേ. അതും ഹാർട്ട് സർജറി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഹാർട്ട് സർജറി ചെയ്യുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് അച്ഛന് സ്പെൻഡായി. അപ്പൊ അച്ഛൻ പറയാം, അയ്യോ എനിക്ക് തോന്നിയില്ലല്ലോ, അച്ഛനെ അങ്ങനെ ഒരു സങ്കടം, വെറുതെ ഒരു പണം ചെലവിട്ടല്ലോ, എന്റെ നല്ല ഏജിൽ എനിക്കൊരു ഇൻഷുറൻസ് എടുത്തു വെക്കാൻ തോന്നിയില്ലല്ലോ, ഞാൻ പലർക്കും വേണ്ടി പല കാര്യവും ചെയ്തു കൊടുത്തു, പക്ഷെ എനിക്ക് അങ്ങനെ അത് വെറുതെ എനിക്ക് വേണ്ടി മക്കള് വെറുതെ ചെലവിടേണ്ടി വന്നല്ലോ എന്നൊക്കെ തോന്നുന്നു. ഞാൻ പറഞ്ഞ, ആര് പറഞ്ഞു അച്ഛന് ഇൻഷുറൻസ് കിട്ടത്തില്ല? ഈ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം രാജാക്കന്മാരോടും നിയമത്തോടും ഇടപെടുന്ന ദൈവം. ഇപ്പൊ കോവിഡിന്റെ ടൈമിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്, അതാ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു അച്ഛനോട്, നമ്മൾ ഇടപെടുന്ന ദൈവം രാജാക്കന്മാരോട് ഇടപെടും, ഭരണാധികാരികളോട് ഇടപെടും, നിയമങ്ങളോട് ഇടപെടും. അച്ഛൻ നോക്കിക്കോ, അച്ഛനിലെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കിട്ടത്തക്ക രീതിയിൽ ചിലതിവിടെ സംഭവിക്കും. അച്ഛനിലെ 70 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് ഫ്രീ ഇൻഷുറൻസ് ഇവിടുത്തെ ഗവൺമെന്റ് അച്ഛന് തരും. നിയമമില്ലാത്തത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അച്ഛന് വേണ്ടി നിയമം ഉണ്ടാകുന്നു ഞാൻ അന്ന് പറഞ്ഞു. ഞാൻ അത് പ്രാർത്ഥിച്ചപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിച്ചാ പോരാ, പ്രവൃത്തിയോടുകൂടിയല്ലേ വിശ്വാസം പൂർണ്ണമാകുക, നീ ഒന്ന് അന്വേഷിക്കുകയും കൂടി ചെയ്യുന്നു. ഞാൻ സ്റ്റാർ ഇൻഷുറൻസ് കമ്പനിയിൽ പോയി അന്വേഷിച്ചു. പല സ്ഥലത്തും അച്ഛൻ പറഞ്ഞ ഡീറ്റെയിൽ വന്ന അനുസരിച്ചു. എവിടെയും ഇൻഷുറൻസ് അവർ പറഞ്ഞു നോട്ട്. ഒരു ഹാർട്ട് സർജറി ചെയ്ത് കഴിഞ്ഞ ഒരു സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻഷുറൻസ് കിട്ടത്തില്ല. അത് മാത്രമല്ല 70 വയസ്സിന് മേലെ തീരെ കിട്ടത്തില്ല. അക്കൂട്ടത്തിൽ ഹാർട്ട് ബൈപ്പാസ് വലിയ സർജറിയും കൂടി കഴിഞ്ഞു, പേസ് മേക്കർ സർജറിയും കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് നെവർ അല്ലോ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, മനുഷ്യർ പറയുന്നത് കേട്ട് തിരിച്ചു വരാനല്ല ദൈവം നിന്നെ അനോയിന്റ് ചെയ്തിരിക്കുന്നത്, നീ പറയുന്നത് മനുഷ്യരെ അനുസരിക്കാൻ വേണ്ടിയിട്ടാ, നീ വിളിച്ചു പറ നിന്റെ അച്ഛന് ഇൻഷുറൻസ് കിട്ടുമെന്ന്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പ്രാർത്ഥനയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് ഒരു ദിവസമുണ്ട്, അച്ഛന്റെ ബാങ്ക് യൂണിയന്റെ ഒരാൾ എന്നെ വിളിക്കുന്നു. അവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ അച്ഛനെ വിളിച്ച് അച്ഛനോട് പറയായിരുന്നു, ഞങ്ങളെ ബാങ്കിന്റെ എംപ്ലോയീസ് എല്ലാവരും കൂടി ഒരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നേരെ എനിക്കൊരു അടയാളമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു ചേരാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ബാങ്കില് റിട്ടയർഡ് ഹാൻഡ്സ് ഒരുമിച്ചിരുന്ന് അവർ വലിയൊരു ഗ്രൂപ്പ് പോളിസി ഇൻഷുറൻസ് പോലെ ഇൻഷുറൻസ് എടുത്തു. അച്ഛനും ഒരു ഇൻഷുറൻസിൽ അതിൻ്റെ അകത്തൊരു ടേക്ക് പാർട്ട് ചെയ്തു. അന്ന് ചെറിയൊരു പൈസക്ക് ഇൻഷുറൻസ് എടുക്കാനിടയായി. അതിനുശേഷമാ കോവിഡ് വന്നത്. കോവിഡിന്റെ കുറച്ച് മുന്നേ ആയിരുന്നു. അതിനുശേഷമാ കോവിഡ് വന്നത്. ഹാർട്ട് സർജറി ചെയ്തു. അത് കഴിഞ്ഞ കോവിഡ് വന്ന സമയത്ത് അച്ഛന് ലാസ്റ്റ് എല്ലാവർക്കും കോവിഡ് വന്നു പോയി. ഇതിന്റെ ലാസ്റ്റ് ടൈമിൽ അച്ഛന് കോവിഡ് വന്നു. ഹോസ്പിറ്റൽ അന്ന് ഇന്റൻസീവ് കെയറിലാണല്ലോ കോവിഡിന്റെ ടൈമിൽ ആൾക്കാർ എത്തിയിരിക്കുന്നത്. ഭയങ്കര 2 ലക്ഷം രൂപയൊക്കെ അന്ന് കോവിഡ് കെയറിന് 7 ദിവസമൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ബില്ലാകാം. അച്ഛനെ അന്ന് ഇൻഷുറൻസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില് ഒരാഴ്ച കോവിഡ് ടൈമിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് അമ്മയ്ക്കും അമ്മയ്ക്കും ആ ഇൻഷുറൻസ് ലഭിച്ചു. ഇൻഷുറൻസ് അന്ന് കാർഡ് എടുത്തത്, ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല.
പക്ഷേ ഇല്ലേ 1.5 ലക്ഷം രൂപ അച്ഛനെ അവിടെ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ആയിട്ടുണ്ടായിരുന്നു 7 ദിവസത്തെ ട്രീറ്റ്മെന്റിന്. അമ്മയ്ക്കും ചെലവായിട്ടുണ്ടായിരുന്നു 30,000 റുപ്പീസോളം ആ ഹോസ്പിറ്റൽ ചെലവിന്. വെറുതെ ഞാൻ ആ ഇൻഷുറൻസ് അവിടെ കൊടുത്തിട്ടു വെറും 750 രൂപ പേ ചെയ്തിട്ടാണ് അച്ഛനെ ഞാൻ ആ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. ആ 75 വയസ്സുള്ള ആള് ഈ സർജറി ചെയ്ത ആള് ഒരിക്കലും കിട്ടാൻ പറ്റില്ല എന്ന് ലോകം പറയുന്നിടത്ത് കർത്താവിൽ വിശ്വസിച്ച് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ഇന്നും അച്ഛന് ഇൻഷുറൻസിൽ അച്ഛന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി, ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. നിങ്ങൾ എല്ലാവരും അറിയും തോന്നല്ലോ, 5 ലക്ഷം രൂപ 70 വയസ്സിന് മേലെയുള്ള ഒരാൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തി. എല്ലാവർക്കും അറിയാമോ അതിനെ പറ്റിയിട്ട്? അമ്മ എന്നോട് പറഞ്ഞു, നീ വിളിച്ചു പറഞ്ഞത് ഗവൺമെന്റ് തലത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. ദൈവം നമ്മുടെ വാക്ക് കേൾക്കുന്നത്. ഐ ആം ഷുവർ എന്റെ വാക്ക് സ്വർഗത്തിലെത്തി എന്ന് ഞാൻ വിശ്വസിക്കും. അതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 വർഷത്തിന് ശേഷം 2-3 വർഷത്തിന് ശേഷം ആ പറഞ്ഞത് ഇവിടെ നിയമമായി വരുന്നത് കാണുവാനിട വന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ സാധാരണ വ്യക്തിത്വങ്ങളല്ല, നമ്മൾ അസാധാരണ ശക്തി ക്യാരി ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആർക്കെങ്കിലും ഡൊണേഷൻ സ്കൂളിൽ കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും വ്യക്തികൾക്ക് ഡൊണേഷൻ കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കോവിഡിന്റെ ടൈമിൽ നാട്ടിൽ പോയപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ CMI എന്ന് പറയുന്ന, അവിടെ അറിയാലോ, രാജഗിരി എന്നൊക്കെ പറയുന്ന സ്കൂൾ അറിയാലോ, അതുപോലെ CMI എന്ന് പറയുന്ന അവരെ അണ്ടറിൽ ഒരു സ്കൂളിലാണ് ഞാൻ എന്ത് ചെയ്തത്, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. അവിടെ വലിയ എമൗണ്ട് അവിടെ ഡൊണേഷൻ കൊടുത്തായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഒരു വലിയ ഭാഗം അവർ തിരിച്ചു തന്നു. ചരിത്രത്തിൽ ആ സ്കൂളിൽ സംഭവിച്ചിട്ടില്ല. പ്രിൻസിപ്പൾ എന്നോട് പറയാം, ചരിത്രത്തിൽ എന്നോട് പറയാ, അച്ഛനോട് പറയാന്നേ, അച്ഛൻ്റെ അടുത്ത് പറയാ, ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ സ്കൂളിന്റെ ഹിസ്റ്ററിയിൽ ഒരാൾക്കും വാങ്ങിയ ഡൊണേഷൻ തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരികയാണ്. ആർക്കെങ്കിലും ജീവിതത്തിൽ ഇതുപോലത്തെ അത്ഭുതങ്ങളുണ്ടോ? കർത്താവിന്റെ കൂടെ ഇരുന്ന് അതിന്റെ പൂർണ്ണത പ്രാപിക്കണം. യേശുവിന്റെ രക്തം ചെയ്യും. ഇത് സാധാരണ ടെസ്റ്റ് മണിയല്ല. എൻ്റെ ജീവിതത്തിലെ ദൈവം ഒരുപാട് അത്ഭുതം ചെയ്തിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ പറയുന്ന വാക്കുകൾ വ്യഥാവാകത്തില്ല. നമ്മൾ ജാഗരിക്കണം. ചില ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ദൈവത്തിന്റെ ലൂപ്പ് ഹോൾ നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ രാജ്യത്തിൽ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്, ചെറിയതായിട്ടുള്ള ചില മർമ്മങ്ങളുണ്ട്. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിച്ചു പോകണ്ട. ദൈവം പറയാം, ഐക്യമത്യപ്പെട്ട് സ്നേഹത്തിൽ വേരൂന്നി എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ അതിന് ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ് ഉണ്ട്. യേശുവിന്റെ രക്തം ചെയ്യും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെ. ദിസ് ഈസ് ദ എൻഡ് ടൈം. അതുകൊണ്ടില്ലേ, ചെറിയ വ്യർത്ഥ വാക്കുകൾ ആരും നമ്മളെ ചതിക്കരുത്. യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, കലാപങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, പലതും നമ്മൾ കേൾക്കുമ്പോഴേ നമ്മളിൽ ആത്മശക്തി വർദ്ധിച്ചു വരട്ടെ. ഇന്നുള്ളതും നാളെ ഉള്ളതുമായ നമ്മളെ ശരീരത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യരുത് എന്നറിയോ? വേദനിക്കരുത്. ദൈവം പറയാ, നിനക്കിന്ന് വേണ്ടതൊക്കെ നിനക്ക് വേണമെന്ന് പണ്ട് തൊട്ടേ എനിക്കറിയാം. ലോകസ്ഥാപനത്തിന് മുന്നൊരുക്കിയ നന്മയിലേക്കാ ദൈവം നമ്മളെ കയറ്റുന്നത്. ഇപ്പൊ പ്രിപ്പയർ ചെയ്തതല്ല. നിങ്ങളറിയാം, ഞാൻ ഇവിടെയാണോ പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല, ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. നമ്മളെ വീട്ടിൽ മുന്നൊരുക്കിയ നന്മയിലേക്കാണ് നമ്മൾ കയറുന്നത്. ലോകസ്ഥാപനത്തിന് മുന്നൊരുക്കിയ നന്മയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാവോ? നമ്മളെ വീട്ടിലില്ലേ, നമ്മളൊരു ഗസ്റ്റ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർ വരുന്നതിന് മുന്നേ നമ്മൾ ഒരുക്കി വെക്കും. എന്തൊക്കെ? ചിക്കന്, സാമ്പാർ, ചോറ്, കറി, മീന്, എന്താ അവർക്ക് വേണ്ട സദ്യ മുന്നൊരുക്കും. അവർ വരുന്നതിന് മുന്നമേ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട വിഭവങ്ങൾ മുഴുവൻ ഒരുക്കി വെക്കും. ആ കയറി ആളില്ലേ, ആ മുന്നമേ ഒരുക്കി വെച്ചതിലേക്കാ വന്ന് എടുത്ത് കഴിക്കാൻ പോകുന്നത്. മുന്നേ ഒരുക്കി വെച്ച ഗസ്റ്റ് വന്ന് ഉണ്ടാക്കിയിട്ടാണോ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുന്നത്? അല്ല, മുന്നമേ ഒരുക്കി വെച്ചൊരു സദ്യ, മുന്നൊരുക്കി വെച്ചൊരു കാര്യം അല്ലെ, മുന്നൊരുക്കി വെച്ചൊരു കാര്യത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആ ഗസ്റ്റ് വന്ന് ചേരുന്നത്. നമ്മളെ വീട്ടിൽ വിവാഹം നടത്തല്ലേ, നമ്മൾ എന്തൊക്കെ കാര്യം ഒരുക്കുന്നു. ആ നമ്മൾ ഏർലി പ്രിപ്പയർ ചെയ്ത ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നവരൊക്കെ കയറി വരുന്നത് അല്ലെ. നമ്മൾ ക്ഷണിക്കുന്നവരൊക്കെ ആ മുന്നൊരുക്കിയ ആ സർക്കംസ്റ്റാൻസിലേക്കാ കയറി വരുന്നത് അല്ലെ. ഇതേപോലെയാ ദൈവം പറയാ, ലോകസ്ഥാപനത്തിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മുൻകൂട്ടി ഒരുക്കി വെച്ച നന്മയിലേക്കാ ഓരോ പ്രഭാതത്തിലും നമ്മൾ കടക്കുന്നത്, ഓരോ ദിവസവും നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എടുത്ത വേർഡാണ്
പറയുകയാണല്ലോ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നു. ഓരോ ദിവസവും വാതിലുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നു. മഹത്വത്തിന്റെ രാജാവ് ആർ? യുദ്ധവീരനും ബലവീരനും, എന്താ പറയുക, യുദ്ധവീരനായ ബലശാലിയായ യഹോവ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നത്? ലോക സ്ഥാപനത്തിനു മുന്നേ നമുക്ക് വേണ്ടി ഒരുക്കി വച്ച നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ആ മുന്നൊരുക്കിയതിലേക്ക്. ഇന്ന് നമ്മൾ കഷ്ടപ്പെടുമ്പോ ഇല്ലേ, നമ്മൾ വേർപ്പ്, ദൈവം അതാ പറയുന്നത്, ആദമിന് തെറ്റ് പറ്റിയപ്പം മുന്നൊരുക്കിയതിൽ നിന്ന് എന്ത് ചെയ്തു? ഫോൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? അവന് കഷ്ടത്തിൽ കാലം കഴിക്കാൻ തുടങ്ങി. ഇന്ന് കർത്താവിൽ വിശ്വസിച്ച നമ്മൾ ആ വിയർപ്പിലല്ല നമ്മൾ ജീവിക്കുന്നത്, മുന്നൊരുക്കിയ നന്മയിലേക്ക്. പറഞ്ഞാട്ടെ, നമ്മൾ മുന്നൊരുക്കിയ നന്മയിലേക്ക് പ്രവേശിക്കുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവര്, യേശു മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അപ്സൈഡ് ഡൗൺ ആയ നിയമത്തിലേക്ക് കയറി, അവന്റെ രാജ്യത്തിന്റെ റൂളിങ്ങിലേക്ക് കയറിയത്, അവന്റെ രാജ്യത്തിന്റെ നിയമത്തിലേക്ക് ആര് എൻട്രി ചെയ്തോ, അവന്റെ നിയമപ്രകാരം ജീവിക്കുന്ന സറൗണ്ടിങ്സിലേക്ക് ആര് കയറിയോ, ആ കയറിയ അവര് പ്രവേശിക്കുന്നത് മുന്നൊരുക്കിയ നന്മയിലേക്കാണ്. എങ്ങനെയാ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കയറുന്നത്? പാസ്പോർട്ട് ഉണ്ടോ? നമുക്ക് ഇല്ല. നമ്മൾ സ്നാനപ്പെട്ട് എഴുന്നേറ്റപ്പോ നമുക്ക് എന്തേ തോന്നിയോ? ഇല്ല. പിന്നെ എങ്ങനെയാ ആ രാജ്യത്തിലേക്ക് കയറുന്നത്? കർത്താവിന്റെ നിയമത്തിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ കർത്താവിന്റെ രാജ്യത്തിൽ ജീവിക്കുന്നത്. എന്താ കർത്താവിന്റെ നിയമം? കർത്താവിന്റെ നിയമം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഷെയർ ചെയ്ത കാര്യം തന്നെയല്ലേ അത് ലഘുവാണ്, അത് വലിയതല്ല, കഷ്ടമുള്ളതല്ല. ദൈവം പറയാ കർത്താവിന്റെ രാജ്യം എന്ന് വെച്ചാൽ വെറും സിമ്പിൾ ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാം. ദൈവം പറയാ എന്റെ നുകം ലഘുവാ, നിങ്ങളെ നുകമാ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, നിങ്ങളാ കഷ്ടപ്പെടുന്നത്. എന്റെ നുകം എന്ന് വെച്ചാൽ ലഘുവാ. എന്റെ നുകം എന്താ? ഞാനും നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളെ ശത്രുവിനെ സ്നേഹിപ്പിൻ, നിങ്ങളെ പുതപ്പെടുക്കുന്നവന് വസ്ത്രവും കൂടി കൊടുത്തേപ്പിൻ, നിങ്ങളെ എല്ലാവരെയും സ്നേഹിപ്പിൻ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നിങ്ങൾ അപ്പനെ അമ്മയെ ബഹുമാനിപ്പിൻ. നിങ്ങൾ സഹോദരനെ പകയ്ക്കരുത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യ. എങ്ങനെയാ ഇത് സിമ്പിൾ ആകുന്നത്? നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മയുടെ വലിപ്പത്തെ കമ്പയർ ചെയ്യുമ്പോഴാ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം സിമ്പിളാന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മള് ഈ 12 കോടി 25 കോടി ആ ലോട്ടറിയുടെ വലിപ്പം ആലോചിക്കുമ്പോഴാണ് 250 നമുക്ക് സിമ്പിളായി തോന്നുന്നത്, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം 250 രൂപ, അയ്യോ ഇത് കൊടുക്കണ്ട. പക്ഷെ 25 കോടി എന്ന് കേൾക്കുമ്പോ എന്താ 250? എന്താ സിമ്പിൾ ആണ്, അല്ലെ? 250 വളരെ ചെറുതാ. ഇതുപോലെയാ കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത. നമുക്ക് ലഭിക്കാനുള്ള വാഗ്ദത്തത്തിന്റെ നന്മയെ കണ്ടവർക്ക് മാത്രമേ ഈ 250 റുപ്പീസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഈ ചെറിയ 250 ആകത്തുള്ളൂ. മറ്റുള്ളവർക്കില്ലേ ഈ 250 വലിയതായിരിക്കും. കാരണം 250 പോയിട്ട് 250 രൂപ കൊടുത്താല് ഒരു 275 രൂപയെ നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ കൊടുക്കുവോ? ഇല്ല, അല്ലെ? ഇല്ല. അത് വലിയ പൈസയായിരിക്കും. അതുപോലെ ആവരുത്. യേശുവിന്റെ രക്തം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള വാഗ്ദത്തത്തിന്റെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഞങ്ങളിൽ ഉണ്ടാകണമേ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്മാർക്ക് പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളത് കണ്ട്, മുന്നിലുള്ളത് കണ്ട് അതിന്റെ ലാക്കിലേക്കാണ് ഞാൻ ഓടുന്നത്. പിൻപിലുള്ളത് ഈ ചപ്പും ചവറും ആയ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം? മറന്നു കളയാ. എന്തിന്? ഒരു വലിയൊരു കാര്യം എന്റെ മുന്നിലിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ലാക്കിനായി ഓടുന്നു. യേശുവിന്റെ രക്തം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ആ അത്യന്ത ശക്തിയുടെ വലിപ്പം ഇന്നത് എന്ന് കണ്ടു കഴിഞ്ഞാല് ഞങ്ങൾ ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. യേശു ഇങ്ങനെയാ ഭൂമിയിൽ ജീവിച്ചത്. പിലാത്തോസ് വന്നു പറഞ്ഞു, ഞാൻ വിചാരിച്ചാ വേണേ നിന്നെ എന്ത് ചെയ്യാം, ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ സോൾവ് ആക്കി പുറത്താക്കി കൊണ്ടുവരാം. ഈ ക്രൂശ് മരണം ഒന്നും നിനക്ക് വേണ്ട, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാ, ഒഴിവാക്കി തരാം. ഇപ്പൊ യേശു പറഞ്ഞത് എന്താ? പിലാത്തോസിനോട്, മേളിൽ നിന്ന് അധികാരം ലഭിക്കാതെ എന്നെ വിടുവാനും നിനക്ക് പറ്റത്തില്ല, എന്നെ തൊടുവാനും നിനക്ക് പറ്റത്തില്ല. ദിസ് ഈസ് ദ കോൺഫിഡൻസ് ഓഫ് ലോർഡ്. ദൈവത്തിന്റെ വിശ്വാസം. മുകളിൽ നിന്ന് ഉത്തരവ് ലഭിക്കാതെ പിതാവിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ എന്നെ ക്രൂശിക്കാൻ നിനക്ക് പറ്റത്തുള്ളൂ. പിതാവ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ നിനക്ക് എന്നെ വിട്ടയക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് യേശുവിനെ അറിയാം ദൈവത്തിന്റെ പ്രവൃത്തിയെ ഈ ഭൂമിയിൽ നടക്കുന്നുള്ളൂ എന്ന്. കർത്താവിൽ വിശ്വസിക്കുന്ന
വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി മാത്രമേ നടക്കത്തുള്ളൂ. എത്ര വിശ്വസിക്കുന്നവരൊന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തില് ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. ദൈവം ഒരു വാക്ക് പറയാതെ ദുഷ്ടന് എന്റെ മേൽ അവകാശമില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മറഞ്ഞല്ല ഇരിക്കുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ മേൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടില്ലേ, എന്നെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വേർപിടിച്ച് കൊണ്ടുപോകാൻ ഒന്നിനും സാധിക്കത്തില്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിതാവിനെ മറച്ചുകൊണ്ട് ദുഷ്ടനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിതാവിന്റെ അധികാര പദവിയിൽ നിന്നില്ലേ നമ്മൾ തെറ്റിച്ച് കളയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഇത് അറിയാതെ യേശു പറഞ്ഞെങ്കിലോ, ഞാൻ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പീലാത്തോസേ, പറഞ്ഞിരുന്നെങ്കിലോ, എന്നാ എന്നെ അങ്ങ് വിട്ടേക്ക്, പറഞ്ഞിരുന്നെങ്കിലോ. അതുപോലെ ആവരുത് നമ്മള്. കർത്താവിന്റെ ഉദ്ദേശം നമ്മളെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കാം, ചില ദുഃഖങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. അപ്പോഴും വിളിച്ചു പറയണം, എൻ്റെ മോക്ക് പനിയായിട്ട് ഹൈ ടെമ്പറേച്ചറായി എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ വേണേ എനിക്ക് പരീക്ഷയ്ക്ക് വിടാൻ നമുക്ക് വിടാൻ തോന്നത്തില്ല. കാരണം എന്താ, ഹൈ ടെമ്പറേച്ചർ, കുഞ്ഞിന് ഹൈ ടെമ്പറേച്ചർ. ചിലപ്പോൾ കുഴഞ്ഞു വീണാലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ എന്നോട് പറഞ്ഞു, നീ വീട്ടിലിരുന്നായി കുഞ്ഞ് ബസ് കയറിപ്പോയിക്കോളെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലിരുന്നു. കുഞ്ഞിനെ സ്കൂളിലിട്ട് സ്കൂൾ ബസ് കയറിയച്ചാ കുഞ്ഞ് പരീക്ഷയ്ക്ക് പോയത്. എന്നോട് പറഞ്ഞു, കീപ് കാം ആൻഡ് ക്വയറ്റ്ലി സിറ്റ് ചെയ്യാൻ പറഞ്ഞു. നീ ഇരിക്കേണ്ടത് ബസ്സിൽ കുഞ്ഞിന്റെ കൂടെയല്ല പോകേണ്ടത്, നീ സിറ്റ് ഇൻ ദ പ്രയർ, മുട്ടിലിരിക്കാൻ പറഞ്ഞു. എന്നോട് ദൈവം പറഞ്ഞു, തീയിൽ കൂടെ വെന്ത് പോകത്തില്ല, നദിയിലൂടെ കടന്നുപോയ വെള്ളം മുങ്ങത്തില്ലാന്ന് നിന്റെ പ്രാർത്ഥന വായിലിരുന്ന് നീ ഒന്നോട്ട് മേലോട്ട് നോക്കി പറഞ്ഞേന്ന് പറഞ്ഞു. നീ ചിലപ്പോ കൂടെ കുഞ്ഞിന്റെ വരെ പോയി പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് അവിടെ നിന്ന് സംഭവം കൊള്ളാവുന്നതിലും എത്രയോ ബെറ്ററാ വീട്ടിലിരുന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവിടെ നിനക്ക് റിപ്പൻഡ് ചെയ്യാൻ പറ്റുക റിപ്പൻഡ് ചെയ്യുക, എവിടെയെങ്കിലും നിനക്ക് ക്ലൻസ് ചെയ്യാൻ പറ്റുമോ ക്ലൻസ് ചെയ്യും. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ കുഞ്ഞ് പറയാ, അമ്മയ്ക്ക് എന്ത് കുഴപ്പം, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് ഓർമ്മ വന്നോ കെമിസ്ട്രി ഫിസിക്സിന്റെ ഇക്വേഷൻ നിനക്ക് ഓർമ്മ വന്നോ? പ്രോബ്ലം എനിക്ക് ഓർമ്മ, അമ്മ എല്ലാം ഞാൻ എഴുതി. ഇതാ നമ്മുടെ ദൈവം. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. യേശു എനിക്ക് മറവിടം. യഹോവേ, സങ്കീർത്തനം 3:3 ഒന്ന് വായിക്കാമോ? നമുക്കത് വായിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. എന്റെ സമയം കഴിഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സങ്കീർത്തനം 3:3 ഒന്ന് വായിക്കാമോ? യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീയോ യഹോവേ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, നീയോ യഹോവേ എനിക്ക് ചുറ്റിലും എന്റെ പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റിലും എന്റെ പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റിലും എന്റെ പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇത് തന്നെ വിളിച്ചു പറയണം, ഇത് തന്നെ വിളിച്ചു പറയണം. കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ എന്നോട് പറയായിരുന്നു, പണ്ട് ഹൈന്ദവ വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ അച്ഛന് നമ്മള് പല കാര്യത്തിനും വലിയ അവിടുത്തെ പ്രശ്നക്കാരെടുത്തൊക്കെ പോകുമല്ലോ, വലിയ തന്ത്രിമാരെടുത്തൊക്കെ പലതിനും പോകുമായിരുന്നു പണ്ട്. അപ്പൊ ആ സമയത്ത് അച്ഛൻ ചോദിക്കും, നിങ്ങൾ എന്തുവാ ഈ കല്ലിനോട് ഇങ്ങനെ പറയുന്നത്? അച്ഛൻ അന്ന് ചോദിച്ചതാ, എന്താണ് ഈ പറയുന്നത്, എന്താണ് പറയുക, അതെന്താ അവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ പറയാണ്, അവർ ചില കാര്യങ്ങൾ, ഒരേ കാര്യം ഒരുപാട് പ്രാവശ്യം ഈ കല്ലായ പ്രതിമയെ നോക്കി, ഒരു കരിങ്കല്ല് അല്ലെ, മരത്തിന്റെ ഒരു കഷ്ണം, ഒരു കരിങ്കല്ല്, അതിനെ നോക്കി ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഉരുവിടുമ്പോ ആ കല്ലിനൊരു ചൈതന്യം വരും എന്ന് ഇവർക്ക് വിശ്വാസം. ആ കല്ലിനിലെ ഒരു ചൈതന്യം വരും, ആ പാറയായ കല്ലിനിലെ ഒരു മാറ്റം വരുന്നു അവര് വിശ്വസിക്കുക. എന്നാ വചനം പറയാ, നീ നോക്കി, ഞാൻ നിന്നോട് പറഞ്ഞ വചനത്തെ നോക്കി കൽപ്പിച്ചാൽ അത് സംഭവിക്കും, നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സാഹചര്യത്തെ അത് എന്താ, മോശ കാണിച്ച സർപ്പം പോലെയാ, അത് അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാ,
ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മളെ സാഹചര്യത്തെ നോക്കി ഒരേ കാര്യം തന്നെ 1000 വട്ടം പറയുമ്പോൾ അതിൽ ഒരു പ്രവൃത്തി വെളിപ്പെടും. അത് മുഖാന്തരം ഒരു കാര്യം അവിടെ ക്രിയേറ്റഡ് ആവും. അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കിയില്ലേ, ഗുണം പിടിക്കത്തില്ല, നന്നാകത്തില്ല എന്ന് നമ്മൾ പറയരുത്. നമ്മൾ പറയണം നന്നാകും. ഞാൻ പറയും, ഞാൻ ചില ചെറുപ്പത്തിലൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ ഞാൻ പറയാം, എടാ നീ കുരുത്തക്കേട് കളിച്ചാലും നീ മിടുക്കനായിരിക്കും, എടാ കുരുത്തക്കേട് കളിച്ചാലും നീ മിടുക്കനായിരിക്കും. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ തമ്മിൽ അടികൂടുന്ന സമയത്ത് മോന് US-ലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ ശരിയായിരിക്കണം. അപ്പൊ മോള് പറയാ, ഏട്ടൻ എങ്ങനെയെങ്കിലും US-ലേക്ക് പോയാൽ മതിയായിരുന്നു. അപ്പം അവൻ പറയാ, അങ്ങനെ തന്നെ പറ, കാരണം കുട്ടിക്കറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നു. എങ്ങനെയെങ്കിലും ഏട്ടൻ US പോയാൽ മതിയായിരുന്നു. അടികൂടുമ്പോ ചെറിയ പടക്കത്ത് പറയുന്ന, തമാശക്ക് അങ്ങനെ പറയും. എന്നാൽ എന്ത് ചെയ്യും, വേഗം അവിടെ എത്തട്ടെ. മനസ്സറിഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യും, അനുഭവമായി വരും. അതുകൊണ്ടില്ലേ നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കി, നമ്മളെ ഭർത്താവിനെ നോക്കി, നമ്മൾ ഭാര്യയെ നോക്കി, സാഹചര്യത്തെ നോക്കി, ഇല്ലായ്മയെ നോക്കി ഒരു കാര്യം തന്നെ, ഒരു വചനം തന്നെ 1000 വട്ടം പറയുമ്പോഴില്ലേ, 1000 വട്ടം പറയുമ്പോ അവിടെ അത്ഭുതം സംഭവിക്കും. ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. യേശു അവസാന നിമിഷം ഇല്ലേ, ഒറ്റ വചനം 1000 വട്ടം ഉരുവിട്ടോണ്ടിരുന്നു അല്ലേ. ഗത്സമന തോട്ടത്തിൽ അവൻ ആ വചനം തന്നെ പറഞ്ഞ് എന്ത് ചെയ്യും, എങ്കിലും എന്റെ ഇഷ്ടമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം എന്നിൽ നടക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ, ഈ ഒരൊറ്റ വചനം 1000 വട്ടം അല്ലെ, അത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാ വചനം പറയുന്നത്. ഗത്സമനയില് ആണോ? ശരിയല്ലേ? യേശു പറയാ, ആ വചനം തന്നെ അവൻ ഉരുവിട്ടു, ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു എങ്ങനെ പിതാവിനോട് അവസാന നിമിഷത്തിൽ പ്രാർത്ഥിച്ചത്? യേശുവിനൊരു ദുഃഖം വന്നപ്പോ യേശു എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ആ സ്ഥലം ആർക്കെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് വായിക്കാമോ? എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. യേശു ഗത്സമനയില്ലേ, യേശു ഒരു വേദനയിലൂടെ കടന്നു വന്നപ്പോഴല്ലേ വചനം പറഞ്ഞേച്ചാ പ്രാർത്ഥിച്ചത്. എന്റെ ഇഷ്ടമല്ല എന്റെ ദൈവത്തിന്റെ ഇഷ്ടം, അത് തന്നെ, ആ വേർഡൊന്ന് വായിച്ചാൽ അത് തന്നെ അവൻ ഉരുവിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് തന്നെ അവൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ രക്തം ജയം. അതുകൊണ്ടില്ലേ ദൈവം നമുക്ക് തന്ന വചനത്തെ നമ്മുടെ നെഗറ്റീവ് സാഹചര്യങ്ങളെ നോക്കി നമ്മൾ ഉരുവിടണം. ഏക ഹൃദയമുള്ളവരാകണം, ഐക്യമത്യപ്പെട്ടിരിക്കണം. അവിടെ പെന്തക്കോസിന്റെ അനുഭവം ഉണ്ടാവും. അഗ്നിജ്വാല അതിനകത്തേക്ക് വരും. ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഏക ഹൃദയത്തോടുകൂടി, ഞാൻ പറയില്ലേ, പരസ്പരം സ്നേഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം എന്ത് ചെയ്തു, സ്നേഹിക്കുന്നവരെ സ്നേഹിച്ച ഉപകാരമില്ലെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് ആർക്കെങ്കിലും പരസ്പരം വെറുപ്പായിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവിടെ സ്വർഗത്തിലൊരു കോയിൻ, സ്വർഗത്തിലൊരു പ്രതിഫലം, ഒരു ഹെവൻലി നിധി, സ്വർഗത്തിലൊരു വലിയൊരു റിവാർഡ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നു. നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ കെയർ ചെയ്യുന്നവരെയൊക്കെ പാമ്പർ ചെയ്ത് അങ്ങ് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആലോചിക്കണം കേട്ടോ, അവിടെ നമുക്ക് ഒരു പ്രോഫിറ്റ്, ഒരു വാല്യൂം കയറിയിട്ടില്ല എന്ന്, ഒരു പെർസെൻറ്റേജും കയറിയിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അതേ സമയത്തില്ലേ ഇന്ന് കഷ്ടം അനുഭവിക്കുന്നവര്, പകയ്ക്കുന്നവരെ സ്നേഹിക്കുമ്പോൾ, പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുമ്പോഴൊക്കെ അല്ലേ നമ്മളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ പൂർണ്ണ ഹൃദയത്തോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി ഇത് ചെയ്യുന്ന സമയത്തിലെ പോയിന്റ് വാല്യൂ, സ്വർഗത്തിൽ നമ്മൾ വലിയവനാകുക. സ്വർഗത്തിൽ ഇതിന് ഒരു എക്സാമ്പിളോടെ ദൈവം പറഞ്ഞ, ആ ദൈവം കാഴ്ച ലാസ്റ്റ് സപ്പറിന്റെ ടേബിൾ ഒരുങ്ങിയ സമയത്ത് യേശു ആലോചിച്ച് നോക്കിയേ, സ്വന്തം ശരീരം കൊലക്കി കൊടുക്കുന്ന വ്യക്തി അതിനകത്തിരിക്കുക. ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഇതേപോലത്തെ ഒരു കൂട്ടം തന്നെയല്ലേ അതും? ആ ലാസ്റ്റ് സപ്പറിൽ ദൈവം ഇരുന്നത് 12 ശിഷ്യന്മാര് മാത്രമായി എന്നല്ലേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ ഇരിക്കുന്ന ഒരു ടീം തന്നെയല്ലേ, കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ചിരുന്നവര്. അതിനകത്ത് യേശുവിന് നേരത്തെ അറിയാൻ ഈ വ്യക്തി എന്ത് ചെയ്യും എന്നെ ഒറ്റിക്കൊടുക്കാൻ പോവാന്ന്. ആ വ്യക്തി ഉള്ള നടുവാണ് എന്ത്, ലാസ്റ്റ് സപ്പർ ടേബിൾ. ഈ ലാസ്റ്റ് സപ്പർ ടേബിൾ യേശു എന്താ ചെയ്തത്? തനിക്കറിയാം തന്നെ ചുംബിക്കുന്നവൻ എന്നെ വഞ്ചിക്കുന്നവനാണ് അല്ലെ, തനിക്ക് ചുംബനം കൊണ്ട് തന്നെ വഞ്ചിക്കുന്നവനാന്ന് എനിക്കറിയാം. യേശു എന്ത് ചെയ്തെന്നറിയോ? കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ? ആ നല്ല മധുരമുള്ള എന്താ പറയാ മുന്തിരിച്ചാറിനകത്തേക്ക് അപ്പം നുറുക്കി ആ വ്യക്തിയുടെ വായിൽ വെച്ച് ഊട്ടിക്കൊടുത്തു. മുറിച്ച് അപ്പം കണ്ട മുറുക്കി അവർക്ക് തിന്നുവാൻ കൊടുത്തു, ഓരോരുത്തർക്ക് തിന്നുവാൻ കൊടുത്തു. ഇത് ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ അന്നത്തെ വേർഷനാ, ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞതിന്റെ അന്നത്തെ വേർഷനാ അത്.
യേശു ഉള്ള സമയത്തുള്ള കാര്യമായത്. ഇതേ കാര്യമാണ് പ്രിയ സിസ്റ്ററെ, പ്രിയ ബ്രദറെ, പ്രിയ ദേവദാസനെ, ദാസിയെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്. നമ്മൾ കൂടി വന്നെടുത്ത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായി, ഇന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കയ്പാ, എന്നെ വഞ്ചിച്ചതാ, എന്നെ ഒരുപാട് കഷ്ടത്തിലൂടെ എന്നെ കൊണ്ടുവന്നതാ. പക്ഷെ യേശു എന്താ ചെയ്തത്? യേശു പറയും, ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ നിങ്ങളെ ഏറ്റവും വലിയവനാവും. എന്നിട്ട് അവൻ തോർത്തെടുത്തു, കാല് കഴുകി, അവരെ വെള്ളം കൊണ്ട് കാല് കഴുകി കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നവൻ സ്വർഗത്തിൽ എന്ത് ചെയ്യും? വലിയവനാകും. ഇതാണ് ഞാൻ പറഞ്ഞ വാല്യൂ, ആ പോയിന്റ്, അക്കൗണ്ട് സ്വർഗത്തിൽ കയറാനുള്ളത്. അത് സ്വർഗത്തിൽ മാത്രമല്ല കേട്ടോ കയറുക, ഈ ഭൂമിയിലും ഇവിടെ ആയിരിക്കുമ്പോഴും ഈ ദൈവരാജ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കരുത് മരിച്ചു കഴിഞ്ഞ് മാത്രം ഇതിന്റെ പ്രതിഫലം. നോ 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 നോ. ദൈവത്തിന്റെ വചനം പറയും, ഈ ഭൂമിയിൽ തന്നെ കിങ്ഡത്തിന്റെ അനുഭവം, ദൈവരാജ്യത്തിന്റെ അനുഭവം, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് നമ്മുടെ ഇടയിൽ സംഭവിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്ത് സമാധാനം സംഭവിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴില്ലേ ലോകത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. അസന്തുഷ്ടി മാറിപ്പോകും. ഒരു ദോഷവും നമ്മളെ ദേശത്തിന് സംഭവിക്കത്തില്ല. ദുബായിക്ക് UAEക്ക് ഒരു ദോഷം സംഭവിക്കത്തില്ല. ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ദോഷം സംഭവിക്കത്തില്ല. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങൾ അതിരിനകത്ത് നാശവും ശൂന്യവും വരത്തില്ല. എന്റെ ബൗണ്ടറിക്കകത്തില്ല, ദർ ഇസ് നോ എംപ്റ്റിനെസ് ഉണ്ടാകത്തില്ല. എന്റെ അതിരിനകത്ത് നാശമോ ശൂന്യമോ വരത്തില്ല. ഞങ്ങൾ ഇരിക്കുന്ന ലാൻഡിൽ നാശമോ ശൂന്യമോ വരത്തില്ല. ഇത് പ്രോമിസ് ഓഫ് ലോർഡ്. ഇതാ നമ്മൾ വിളിച്ചു പറയുന്നത്, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തെടുക്കണമേ. അതെല്ലാം ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്തൊന്ന് ഓർത്തെടുക്കണമേ. കേട്ടിട്ട് മറക്കുന്നവരായി മാറല്ലേ. സ്നേഹത്തിൽ ഐക്യമത്യപ്പെട്ട് ആ ലാസ്റ്റ് സപ്പർ നിങ്ങൾ ഓർക്കണം. യേശു പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ ഓർക്കണം. എന്താ പറയാ, കർത്താവ് ഒരു കാര്യം തന്നെ നമ്മൾ നെഗറ്റീവ് സാഹചര്യത്തെ നോക്കിയില്ലേ, ദൈവം തന്ന വാഗ്ദത്തത്തെ നമ്മൾ ഉരുവിടണം. അത് തന്നെ നമ്മൾ പറയണം. ലാസ്റ്റ് സപ്പറിൽ യേശു എന്താ ചെയ്തത്? ഒറ്റിക്കൊടുക്കുന്നവനെ, തന്റെ ജീവനെ ഒറ്റുകൊടുക്കുന്ന ആ വ്യക്തിയെ പോലും സ്നേഹിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് ആ വ്യക്തിയെ ശുശ്രൂഷ ചെയ്ത യേശു എന്ത് ചെയ്തത്? എന്തു ചെയ്തു? ദൈവത്തെ മഹത്വീകരിച്ചു. പുനരുദ്ധാന ശക്തിയാൽ റിസറക്ട് ചെയ്തു. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കുവാനിടയായി. യേശുവിന്റെ രക്തം ചെയ്യാം. പ്രിയ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ കൂടി വന്ന നടുവും കർത്താവേ അതുപോലൊരു മേശയാകട്ടെ. യേശുവേ ആ പിതാവ്, യേശുവേ പ്രസാദമുള്ളൊരു ടേബിൾ ആകട്ടെ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന കൂടുമ്പോൾ, തന്റെ പ്രിയ ജനം ഒന്നിച്ചിരുന്ന് ഒരു കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കർത്താവെ സഭയിലില്ലേ കമ്മ്യൂണിയൻ എടുക്കുന്ന ഇതിന്റെ ഒരു സിമ്പലാ. ആ കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ കർത്താവെ ഒരുമിച്ചിരുന്ന് ആ കമ്മ്യൂണിയൻ ലാസ്റ്റ് അത് ആ സപ്പർ, ലോർഡ് സപ്പർ കർത്താവെ ദൈവത്തിന്റെ തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പ ഞങ്ങൾ ഈ അപ്പം തിന്നത് പോലെ ഓർക്കണം. യേശുവേ, ആ യേശു കർത്താവെ അവിടെ ദൈവം പറയും, നിങ്ങൾ ശരീരത്തെ ഒന്ന് വിവേചിക്കുക. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തെങ്കിൽ, കുറ്റം ചെയ്തെങ്കിൽ നമ്മൾ വചനം കേൾപ്പിക്കാറുണ്ടല്ലോ. യേശുവെ പുതിയൊരു അനുഭവം, ആ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്ക് ഇതൊരു വെളിപ്പാടായി മാറട്ടെ. ഈ കേൾക്കുന്നവർക്ക് ഒരു വെളിപ്പാടായി മാറട്ടെ. ഈ തിരുവത്താഴ് ശുശ്രൂഷ കർത്താവ്, ആ ലാസ്റ്റ് സപ്പർ ശുശ്രൂഷയിൽ കർത്താവെ അത് എടുക്കുമ്പോൾ ഇനി മുതൽ ഈ ഒരു വെളിപ്പാടോട് കൂടി കർത്താവ് അത് സ്വീകരിക്കാൻ ഇടവരട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. യേശു ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗരാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാകട്ടെ. യേശുവെ ദുഷ്ടൻ ഉപയോഗിക്കാൻ ഇടയരുതേ. സമയത്തിന് മുന്നേ കർത്താവ് ഒന്നും അപഹരിച്ചു പോകുവാൻ ഇടവരരുതേ കർത്താവെ. ഞങ്ങൾക്കുള്ള സകലത്തിനെയും സമ്പത്തിനെയും ഞങ്ങളെ കുഞ്ഞുങ്ങളെയും ദേശത്തെയും യേശുവെ ഞങ്ങൾക്കുള്ള സകലതിനെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു. യേശുവെ ഞങ്ങളെ മാതാപിതാക്കന്മാരെ, ഞങ്ങളെ കുഞ്ഞുങ്ങളെ, യേശുവെ ഞങ്ങൾക്കുള്ളത് എല്ലാറ്റിനെയും യേശുവെ അങ്ങയുടെ കരത്തിൻ കീഴിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. സമാധാനം ഉണ്ടാകട്ടെ, ദേശത്ത് സമാധാനം വ്യാപരിക്കട്ടെ. ഒരാളും കർത്താവെ ഒരു ഇതിൽ നശിച്ചു പോകുവാൻ ഇടവരരുതേ. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം കർത്താവെ, ദൈവത്തിൽ ഇനി വരുവാനുള്ള ജനമെല്ലാം കർത്താവെ കൂടി വരുമ്പോൾ ഒരു നാശവും സംഭവിക്കരുതേ കർത്താവെ. യേശുവിന്റെ രക്തം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ കറക്റ്റ് ആയിട്ടുള്ള തുണയെ കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, യേശുവെ
യേശുവെ കർത്താവെ കറക്റ്റ് ആയിട്ടുള്ള കപ്പിൾസിനെ കൊടുക്കണമേ. യേശുവെ കർത്താവെ അവർ കർത്താവെ ആ ദൈവരാജ്യത്തിന്റെ വേല ചെയ്യുന്നത് പോലെ, ആദമിനെ അവയെയും കൂട്ടിച്ചേർത്തതുപോലെ കർത്താവെ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവെ കറക്റ്റ് പാർട്ട്നേഴ്സിനെ ദൈവം കൊടുക്കണമേ. ദൈവം മുന്നൊരുക്കിയ പാർട്ട്നേഴ്സിനെ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ, ഡിപ്രഷൻസ് മാറിപ്പോകട്ടെ, മാനസിക അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. എല്ലാ ഭയത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളെ കുറിച്ച് കർത്താവ് വേദനിക്കുന്നവരെ ദൈവം കർത്താവെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നടത്തണമേ കർത്താവെ യേശുവിന്റെ നാമത്തിൽ. തൈറോയിഡ് സൗഖ്യമാകാം യേശുവിന്റെ നാമത്തിൽ. മാത്യു എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാൻ സ്ക്രീനിൽ ഒന്നും കാണുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ആ മാത്യു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ എൻകൗണ്ടർ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അവരുടെ ഫിനാൻഷ്യൽ ബേർഡൻസിനെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ ദൈവം പറിച്ചു കളയുന്നതിനായി സ്തോത്രം. റോയ് എന്ന വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറയുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരുപാട് നാളായി ബുദ്ധിമുട്ടുന്ന രോഗത്തിന്റെ അസുഖത്തിന്റെ ചെറിയ ചെറിയ അസുഖങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ആ പ്രിയ ബ്രദറുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ രക്തം ജയം. ഷീബ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രിയ മകളെ ജീവിതത്തിലേക്ക് സുവിശേഷത്തിന്റെ വലിയ അഗ്നി വന്ന് കയറുന്നതിനായി സ്തോത്രം യേശുവിന്റെ. ആർക്കെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുണ്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾ ടെസ്റ്റിമണിയുടെ പറയുവാനിട വരും. ദൈവ കുടുംബത്തെ റെസ്ക്യൂ ചെയ്യുന്നതിനായി സ്തോത്രം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. രമേശ് രാജേഷ് അങ്ങനെ എന്തോ പറഞ്ഞ 2 പേരുകള് യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവെ പ്രിയ മകന്റെ ജീവിതത്തിലേക്ക് എല്ലാ ബേർഡൻസിനെയും ദൈവം മുറിച്ചു കളയുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. നോട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്ഭുതം സംഭവിക്കും. ചിലപ്പോൾ ഈ ഡിവൈസിൽ ഉണ്ടാകത്തില്ല, ഞാൻ കണ്ടതാ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ഈ ഡിവൈസിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഞാൻ കണ്ടതാ. അതുപോലെ പ്രൊഫറ്റിക്കലി ദൈവം റിലീസ് ചെയ്തത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. യേശുവിന്റെ രക്തം ചെയ്യാം. പരിശുദ്ധാത്മാവെ അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കണം, ഒരു തീയായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു കുലുക്കം സംഭവിക്കട്ടെ യേശുവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ ഇവരെ ഹൃദയത്തിനുള്ളിൽ ഒരു സ്നേഹത്തിന്റെ ഐക്യബദ്ധം ഉണ്ടാകട്ടെ യേശു. ഒരു ബോണ്ടിങ് ഉണ്ടാകട്ടെ അവിടെ. പരിശുദ്ധാത്മാവിന്റെ കുലുക്കം സംഭവിക്കട്ടെ. ഇതുവരെ കുലുങ്ങാത്ത ചില ഏരിയയിൽ ദൈവം ഷെയ്ക്ക് ചെയ്ത് പുതിയ വഴി ഓപ്പൺ ആക്കുന്ന രീതിയിൽ ദൈവം ഇടപെടണമേ കർത്താവെ. ഹോളി സ്പിരിറ്റ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അത് ചെയ്യും കർത്താവെ. ചില സ്റ്റബേൺ ആയിട്ടുള്ള അവസ്ഥ, മൂവ് ചെയ്യാത്ത അവസ്ഥ, നിങ്ങൾ ഇനി ഐക്യബന്ധപ്പെട്ട് പ്രാർത്ഥിക്കും. അത് ഷെയ്ക്ക് ആവാൻ പോവാ, അതിന് അനക്കം സംഭവിക്കാൻ പോവാ, അതിന്റെ കെട്ടുകൾ പൊട്ടാൻ പോവാ, അതിന്റെ ദുഷ്ടന്റെ അടിസ്ഥാനം അതിൽ നിന്ന് ഷെയ്ക്ക് ആവാൻ പോവാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ അത് ഉണ്ടാകാം. പരിശുദ്ധ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകുന്നു, ഫൈബ്രോയിഡ് സൗഖ്യമാകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഫൈബ്രോയിഡ് സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ. അജിത്ത എന്ന് പറയുന്ന സിസ്റ്ററെ യേശുവിന്റെ രക്തത്താൽ പരിശുദ്ധാത്മാവ് തൊടുന്നു. അജിത്ത എന്ന് പറയുന്ന സിസ്റ്ററെ പരിശുദ്ധാത്മാവ് തൊടുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. In the name of Jesus, I can see one device, അജിത. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ രക്തത്താൽ ജയ, യേശുവിന്റെ രക്തത്താൽ ജയ. പരിശുദ്ധാത്മാവിന്റെ ഒരു തൊടൽ, ഒരു ടച്ചിങ്, പരിശുദ്ധാത്മാവ് പ്രിയ സിസ്റ്ററെ വന്ന് തൊടുന്നതായി ഞാൻ കാണുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടണമേ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടണമേ. യേശുവിന്റെ രക്തം ജയ. ഹല്ലേലൂയ. യഹോവേ അങ്ങ് എനിക്ക് ചുറ്റിലും എന്റെ മഹത്വവും എന്റെ പരിചയം എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. യഹോവേ അങ്ങ് എനിക്ക് ചുറ്റിലും എന്റെ പരിചയം എന്റെ മഹത്വവും എന്റെ
തല ഉയർത്തുന്നവനുമാകുന്നു. യഹോവേ, അങ്ങ് എനിക്ക് ചുറ്റിലും എന്റെ പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റിലും എന്റെ മഹത്വവും എന്റെ പരിചയും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇത് നിങ്ങൾ വിളിച്ചു പറഞ്ഞോ, ടെസ്റ്റ് മണി നിങ്ങൾ പറയൂ. പരിചയായിരിക്കും ദൈവം, മഹത്വമായിരിക്കും ദൈവം നിങ്ങൾക്ക്. നിങ്ങളെ തലയെ ദൈവം ഉയർത്തുമാറാക്കും. ഞാൻ പറയുന്നത് ദൈവവചനമാ. ഗത്സമനത്തോട്ടത്തിൽ ഒരു വചനം തന്നെ വിളിച്ചു പറഞ്ഞ സമയത്ത് യേശു അതീവ ശക്തി പ്രാപിച്ചു. ദൂതന്മാര് ശുശ്രൂഷ ചെയ്തു. ആ കാൽവരി ക്രൂശിൽ കടന്നു പോകാനുള്ള ആ ധൈര്യവും ശക്തിയും കിട്ടിയതുപോലെ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടത്തക്ക രീതിയിൽ ഈ വചനത്തെ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. യഹോവേ, നീയോ യഹോവേ, എനിക്ക് ചുറ്റിലും എന്റെ പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. കർത്താവേ, മഹത്വം. കർത്താവ്, ഈ വചനത്താൽ പ്രിയ കൂട്ടത്തെ ദൈവം അനുഗ്രഹിക്കണമേ. യേശുവേ, വലിയ ആത്മ പകർച്ചയുണ്ടാകട്ടെ. ഒരു കൊടുങ്കാറ്റ് ഇതിനകത്ത് അടിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഈ കൂട്ടത്തിനകത്ത് സംഭവിക്കണമേ. കർത്താവ്, ടെസ്റ്റ് മണി അടിയങ്ങൾ കേൾക്കുവാൻ ഇടവരണമേ. അപ്പാ യേശുവേ, അങ്ങ് സഹായിക്കണമേ. എന്റെ ദൈവമേ, അങ്ങ് സഹായിക്കണമേ. അങ്ങ് ഈ അടിയങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Thank you, Lord.